പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വചനം എന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക. വചനം എന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക, ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. അപ്പൊ ഈ വിഷയം നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹത്തോടുകൂടി ശുശ്രൂഷയെ സംബന്ധിക്കുക. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാരടുത്ത് കിടത്തി കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് പോലെ ഉറക്കാൻ, പിഞ്ചു കുഞ്ഞുങ്ങളെ ഉറക്കാൻ പാടുപെട്ട് പാതിരാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നിട്ട് രാത്രിയിൽ ഉറങ്ങാതെ ഷിഫ്റ്റ് വെച്ച് അഞ്ചു പേര് വെച്ച് നിത്യാരാധന ചാപ്പലിൽ ചെന്നിട്ട് മുട്ടുകുത്തി കൈവരിച്ച് പിടിച്ചു നിന്ന് ലോകം മുഴുവനും വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു, ദൈവം ഇവർക്ക് എങ്ങനെയാണ് ഇത് പറ്റുന്നത്? ഇത് പറയാൻ എനിക്ക് വളരെ എളുപ്പമുണ്ട്, പക്ഷെ ഇത് ചെയ്യാൻ വളരെ പാടാണ്. ഇത് ഞാൻ പറയുമ്പോൾ അത് വളരെ എളുപ്പമുള്ളതായിട്ട് കേൾക്കുന്നവർക്ക് തോന്നാം, പക്ഷെ ഇത് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോ ആ മദർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ, കയറി വരുന്നിടത്ത് ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചോ. ഞാൻ ഒരിക്കൽ കൂടി ഇറങ്ങി ചെന്നിട്ട് അത് നോക്കി. അവരെ കയറി ചെല്ലുമ്പോ എല്ലാവരും കാണുക വലിയ വടിവത്ത അക്ഷരങ്ങളിൽ മലയാളത്തിൽ അവരിങ്ങനെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്: യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്താ എഴുതി വെച്ചത്? യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഈ സഹോദരിമാർ പറയുകയാണ്, അച്ഛാ, ഞങ്ങളിത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളിത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സ് മരവിച്ചു പോവാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളിത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിരാശാബോധങ്ങൾ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇതാണ്: യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. മാൽക്കം മഗറിഡ്ജ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, ഇംഗ്ലീഷുകാരനാണ്. കൽക്കട്ടയില് മദർ തെരേസ പാവപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് എത്തി. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി മനോഹരമായ എന്തോ ഒന്ന് എന്ന പേരിൽ മദറിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. ലോകപ്രസിദ്ധമായ പുസ്തകമാണത്, മദറിന്റെ ജീവചരിത്രം. അങ്ങനെ ആ പുസ്തകം എഴുതി മാൽക്കം മഗറിഡ്ജ് മദർ തെരേസ വ്രണതബാധിതനായ പുഴുക്കുത്തേറ്റ പുഴുവരിക്കുന്ന ഒരു മനുഷ്യന്റെ ചലവും വ്രണവും ഇങ്ങനെ വല്ലാത്ത തരത്തിൽ നമ്മളെ അറപ്പ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഈ മുറിവുകൾ ഒരു ഗ്ലൗസ് പോലും ഇടാതെ കഴുകി തുടച്ച് ഒടുവിൽ ആ കയ്യിൽ ചുംബിച്ചിട്ട് തിരികെ വരുന്ന മദറിനെ കണ്ടപ്പോ ഈ മാൽക്കം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് ഇങ്ങനെ പറഞ്ഞു: 10,000 കോടി ഡോളർ തരാമെന്ന് പറഞ്ഞാലും മാൽക്കത്തിന് ഇത് ചെയ്യാൻ പറ്റില്ല. മദർ ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് കേട്ടപ്പോ മദർ മാൽക്കത്തോട് പറഞ്ഞു: മാൽക്കം, നിങ്ങൾക്കറിയാമോ, 10,000 കോടി ഡോളറിനേക്കാൾ കൂടുതൽ തുക തന്നാലും ഞങ്ങളും ഇത് ചെയ്യില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പിന്നെ നിങ്ങൾ ചെയ്യുന്നതോ? മദർ ഇങ്ങനെ മറുപടി പറഞ്ഞു: യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഇരിക്കേണ്ടത് നിർബന്ധത്തെ പ്രതിയല്ല, സ്നേഹത്തെ പ്രതിയാണ്. യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ത്യാഗം ചെയ്യാൻ, പരിഹാരം ചെയ്യാൻ, കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ പൂജ ചെയ്തിരിക്കാൻ, ദൈവവചനം കേൾക്കാനിരിക്കാൻ ഞങ്ങൾ കർത്താവിന്റെ സ്നേഹത്തെ പ്രതി ഇത് ചെയ്യുന്നു എന്ന് മനസ്സോടെ വേണം നിങ്ങൾ വചനം കേൾക്കാനിരിക്കാൻ. വളരെ നേരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം കേൾക്കാനിരിക്കുമ്പോൾ ഈ ആഗ്രഹത്തോടെ ഇരുന്നാൽ ഈ വചനം ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിൽ മാംസം ധരിക്കും. ഈ ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ വചനത്തിന്റെ അത്ഭുത ശക്തി ഓരോ കുടുംബത്തിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും കടന്നു വരും. നമ്മൾ ചിന്തിക്കുന്ന വിഷയം വചനമെന്ന ആത്മാവിന്റെ വാൾ എടുക്കുക. വചനമെന്ന ആത്മാവിന്റെ വാൾ എടുക്കുക. ഇപ്പൊ വേദപുസ്തകത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങൾ, 4 കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 അടിസ്ഥാന പ്രമാണങ്ങൾ അറിയണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എഫേസോസുകാർക്ക് പൗലോസ് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തില്, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 6-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് ലേഖ പറയുകയാണ്: നമ്മൾ പിശാചിനെതിരെ പോരാടാൻ വേണ്ടി അനേകം ആയുധങ്ങൾ ധരിക്കണം. നമ്മൾ ആയുധങ്ങൾ ധരിക്കണം പിശാചിനെതിരെ. ആ ആയുധങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവസാനമായിട്ട് പറയുകയാണ് 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കണം.
അപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കണം. അപ്പൊ ഈ ദൈവവചനത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകണം. ഒന്നാമത്തെ കാര്യം, വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അത്ഭുതങ്ങൾ ചെയ്യും. അതാണ് ഒന്നാമത്തേത്. കർത്താവിന്റെ വചനം, ഈ വേദപുസ്തകം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നമ്മൾ പഠിക്കുന്ന ദൈവത്തിന്റെ വചനം, നമ്മൾ ഉരുവിടുന്ന ദൈവത്തിന്റെ വചനം, നമ്മൾ കുടുംബങ്ങളിൽ ആവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതിന് തിരുസഭയുടെ ചരിത്രത്തിൽ ഞാൻ നിങ്ങളോട് 7 ഉദാഹരണങ്ങൾ പറയാം. സഭയുടെ ചരിത്രത്തിലെ 7 വ്യക്തികൾ വചനം അത്ഭുതകരമായി ജീവിതത്തിൽ മാറ്റം വരുത്തിയ 7 വ്യക്തികൾ. ഒന്നാമത്തെ ആള് ഈജിപ്തിലെ സന്യാസ സഭയുടെ പിതാവായിരുന്ന വിശുദ്ധ അന്തോണി. AD 250 ജീവിച്ചിരുന്ന ആളാണ് വിശുദ്ധ അന്തോണി. അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ദേവാലയത്തിൽ നിൽക്കുമ്പോൾ, അന്ന് നമുക്കുള്ളതുപോലെ ബൈബിൾ എല്ലാവർക്കും ഇല്ല. പള്ളിക്കകത്തൊക്കെ ആകെ കൂടെ ഒരു ബൈബിളേ ഉള്ളൂ. വികാരിയച്ചനും ജനങ്ങൾക്ക് എല്ലാം കൂടെ ഒറ്റ ബൈബിളേ ഉള്ളൂ. അതുകൊണ്ട് ആളുകൾക്ക് അത് കൊടുക്കില്ല. അതിന് പകരം പള്ളിയിൽ നിന്ന് പൊതുവായിട്ട് വായിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കും. അപ്പൊ അന്തോണി വിശുദ്ധ കുർബാനയ്ക്ക് നിന്ന സമയത്ത് വചനം വായിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം തിരുവചനം അദ്ദേഹം വായിച്ചു. മത്തായി 19:21 വചനം ഇപ്രകാരം പറയുന്നു: നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്നൊരു വചനം കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ആ വചനം കേട്ടപ്പോൾ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, ഇത് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള വചനമാണോ? ദൈവാത്മാവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പറഞ്ഞു, ഇത് നീ ജീവിക്കേണ്ട വചനമാണ്. അദ്ദേഹം നേരെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അപ്പോഴേക്കും മരിച്ചിരുന്നു. ആ കാലമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഒരു പെങ്ങള് വീട്ടിലുണ്ട്. പെങ്ങളെ എടുത്ത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ, ദൈവത്തിന്റെ വചനം ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ സ്വത്തെല്ലാം വിൽക്കാൻ പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആങ്ങളെ വീട്ടിൽ വന്നിട്ട് പെങ്ങളോട് പറയുകയാണ് സ്വത്തെല്ലാം വിൽക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി ആങ്ങളെ ചെലവിക്കടിച്ച് കൊല്ലാൻ സാധ്യതയുണ്ട്, അല്ലേ? നമ്മുടെ സ്വത്തെല്ലാം വിറ്റിട്ട് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പോകണമെന്ന് ഏതെങ്കിലും ഒരു സഹോദരൻ വന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ അത് അംഗീകരിക്കണമെന്ന് നല്ല നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ അന്തോണിയുടെ പെങ്ങൾ, അന്തോണിയുടെ സ്വഭാവമുള്ള പെങ്ങളായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ചേട്ടൻ ഇഷ്ടമുള്ളവരെ ചെയ്തോളാം പറഞ്ഞു. അദ്ദേഹം ചെയ്യുന്നറിയാമോ? പെങ്ങൾക്ക് വേണ്ടി കുറച്ച് 2 സെന്റ് സ്ഥലമോ മറ്റോ എഴുതി വെച്ചിട്ട് ബാക്കി എല്ലാം അദ്ദേഹം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി. അവിടെ ചെന്ന് കുറെ നാൾ കഴിഞ്ഞിട്ട് പള്ളി വന്ന് കുർബാനയ്ക്ക് സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വചനം കേട്ടു, നാളെയെ കുറിച്ച് ആകുലപ്പെടരുത്. അപ്പൊ അദ്ദേഹം നേരെ പങ്കളെടുത്തെന്ന് പറഞ്ഞു, അതെ, ഈ 2 സെന്റ് വെച്ചേക്കേണ്ട കാര്യമില്ല, നാളെയെ കുറിച്ച് ആകുലപ്പെടരുതെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അത് വെക്കാൻ പറഞ്ഞു. അപ്പൊ പെങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ വിറ്റോളാൻ പറഞ്ഞു. അങ്ങനെ അതും വിറ്റിട്ട് അതിപ്പോ പെങ്ങളെ ചോദിച്ചു, ഞാനിവിടെ പോകും. അദ്ദേഹം പറഞ്ഞു, നിന്നെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പെങ്ങളെ കൊണ്ടുവന്ന രാഗതി മന്ദിരത്തിൽ കൊണ്ടാക്കിയിട്ട് അദ്ദേഹം മരുഭൂമിയിൽ പോയി. അദ്ദേഹമാണ് സന്യാസ പിതാവായ വിശുദ്ധ അന്തോണി. പെങ്ങൾ നല്ല ഒന്നാന്തരം പെങ്ങളായിരുന്നുണ്ട്, അവരും അതനുസരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ വചനം കേട്ടപ്പോൾ, അത് ജീവിക്കണമെന്നൊരാഗ്രഹം വന്നപ്പോൾ അത് ജീവിച്ചതുകൊണ്ട് എത്രയോ കൊല്ലം കഴിഞ്ഞ്, നൂറ്റാണ്ട് കഴിഞ്ഞ്, അന്തോണിയുടെ ഭാഷ അറിയാത്ത, അന്തോണിയുടെ രാജ്യക്കാരല്ലാത്ത, അന്തോണിയെ കുറിച്ച് കേട്ടുകേൾവി മാത്രമല്ല ആളുകള് ഈ കുടുംബൻ പള്ളിയിൽ ഇരുന്ന് ഈജിപ്തിലെ അന്തോണി എന്ന് പറയുന്നു. എന്തുകൊണ്ട്? വചനം ജീവിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറയുമോ? ഈജിപ്തിൽ എത്രയോ വേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ജീവിച്ച സഭയിലെ ഒന്നാമത്തെ വ്യക്തി, അല്ലെങ്കിൽ വചനം മാറ്റം വരുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ ഇദ്ദേഹമാണ്, അന്തോണി, വിശുദ്ധ അന്തോണി. രണ്ടാമത്തെ ആള് വിശുദ്ധ പറയാൻ, അദ്ദേഹം 34 വയസ്സ് വരെ ആ മനുഷ്യൻ ഒരാഭാസനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എന്തെല്ലാം തെറ്റ് ചെയ്യാമോ അത് മുഴുവൻ ചെയ്തു, എന്നിട്ടും ഒരു സന്തോഷമില്ല. ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് കാശ്മീരിലെ ഒരു രാജാവിനെ കുറിച്ച് വായിച്ചു. അദ്ദേഹത്തിന് 100 കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണം ഉള്ളതിന്റെ തന്നെ അവസ്ഥ നമുക്കറിയാം. അപ്പോഴാണ് ഈ 100 കണക്കിന് ഭാര്യമാര്, ഈ പാവപ്പെട്ടവൻ ഈ ഭാര്യമാരെ ഇങ്ങനെ എല്ലാ ഭാര്യമാരുടെയും കൂടെ ജീവിച്ചിട്ട് അതേ അവസാനം പറയുക, ഇനി പുതിയ ഭാര്യമാരെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് ഒരു തൃപ്തിയില്ല. പിന്നെയും ഭാര്യമാരെ കൊണ്ടുവരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനം ആളുകൾ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊന്നു. അങ്ങനെ ഭാര്യമാരെ തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ ഇനി
ജീവിച്ചാൽ ശരിയാവത്തില്ല. നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തതുകൊണ്ട് ആളുകൾ തട്ടിക്കളഞ്ഞു. അപ്പൊ അതാണ് ഈ ലൗകികമായ സന്തോഷങ്ങളെല്ലാം അനുഭവിച്ചു ഈ മനുഷ്യൻ. 34 വർഷം പെറ്റ തള്ള അംബ്രോസിന്റെ ദേവാലയത്തിൽ പോയി. വിശുദ്ധ അംബ്രോസാണ് ആ പള്ളിയിലെ വികാരി. അദ്ദേഹത്തിന്റെ പള്ളിയിൽ പോയി 34 കൊല്ലം പെറ്റ തള്ള കരഞ്ഞു. കരഞ്ഞിട്ട് വിശുദ്ധ അംബ്രോസ് പറയും, മോനിക്ക നീ എന്തിനാ കരയുന്നേ? മോനിക്ക പറയും, അച്ഛാ ഇന്നും മകൻ പള്ളി വന്നിട്ടില്ല, ഇന്നും മദ്യപിച്ച് കൂത്താടി നടക്കുകയാണ്, ഇന്നും അനേകം സ്ത്രീകളിലൂടെ പോയിരിക്കുകയാണ്, ഇന്നും അശുദ്ധമായ ജീവിതം നയിക്കുകയാണ്. എന്റെ മകൻ, ഏക മകൻ നശിച്ചു പോകുന്നത്, ആത്മാവ് നശിക്കുന്നത് കണ്ടു നിൽക്കാൻ കരുത്തില്ലാത്തത് കൊണ്ട് ഞാൻ കരയുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മ കരയുമ്പോ അംബ്രോസ് അവരുടെ അടുത്ത് നിന്ന് അവരെ ആശ്വസിപ്പിച്ചിട്ട് പറയും, മോനിക്ക കണ്ണുനീരിന്റെ മക്കൾ നശിച്ചു പോവുകയില്ല. മോനിക്ക കണ്ണുനീരിന്റെ മക്കൾ നശിച്ചു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദേവാലയത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കരയുന്നുണ്ടെങ്കിൽ കണ്ണുനീരിന്റെ മക്കൾ നശിച്ചു പോവില്ല. കണ്ണുനീരിന്റെ മക്കൾ നശിച്ചു പോവില്ല മോനിക്ക എന്ന് പറഞ്ഞ് അംബ്രോസ് ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടും. പ്രിയപ്പെട്ടവരെ, 34-ാമത്തെ വയസ്സെത്തിയപ്പോ മിലാനിലെ തന്റെ കൊച്ചു വീട്ടിലിരുന്ന് എന്തു ചെയ്യണമെന്നറിയാതെ, ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ ജീവിതം മുഴുവൻ വഴിമുട്ടി നിന്ന ഒരു പ്രഭാതത്തിൽ ഈ അഗസ്റ്റിൻ എന്ന ഈ മകൻ, അഗസ്തീനോസ് എന്ന ഈ ചെറുപ്പക്കാരൻ, 34-ാമത്തെ വയസ്സുകാരൻ അവിടെ ഇരുന്ന് വിങ്ങി കരഞ്ഞുകൊണ്ട് കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം അമർത്തി വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കാതിൽ ഒരു സ്വരം കേട്ടു, എടുക്കുക വായിക്കുക, എടുക്കുക വായിക്കുക, എടുക്കുക വായിക്കുക. അവൻ ചുറ്റും നോക്കി. ഈ വീട്ടിൽ എടുത്ത് വായിക്കാത്ത എന്താ ഇനിയുള്ള? ഒന്നുമില്ല. എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. തത്വശാസ്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്നു. ആഥൻസിലെ ആ കാലത്തെ ഫിലോസഫേഴ്സിന്റെ മുഴുവൻ ശിഷ്യനാണ്. പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും തത്വചിന്തകൾക്ക് ആ കാലത്ത് വേറൊരു പകരം വെക്കാൻ ആളില്ലാത്ത തരത്തിൽ ഒന്നാം സ്ഥാനം, ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ആളാണ് ഈ അഗസ്റ്റിൻ. നിസാരക്കാരനെ, ചെറുപ്പക്കാരനൊന്നുമല്ല. എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. നോക്കുമ്പോ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഒരു പുസ്തകം കൊണ്ടിരിക്കുന്നു. അമ്മ വായിച്ചിട്ട് മടക്കി വെച്ച വേദപുസ്തകം വചനപീഠത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് ഈ അഗസ്റ്റിൻ എന്ന ചെറുപ്പക്കാരൻ കണ്ടു. എടുത്ത് വായിക്കുക. അവന്റെ അകത്ത് ഈ പ്രചോദനം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൻ നേരെ ചെന്ന് ഈ പുസ്തകം എടുത്തു. എന്നിട്ട് എവിടെ തുടങ്ങണമെന്നൊന്നും അറിയാൻ പാടില്ല. അവനിങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ അവന് കിട്ടിയ വചനഭാഗമാണ് റോമാലേഖനം 13-ാം അധ്യായം 13-14 തിരുവചനം. വിശുദ്ധ അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയ വചനമാണതെന്ന് സിറ്റി ഓഫ് ഗോഡ് എന്നും കൺഫെഷൻസ് എന്നും പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്നെ മാനസാന്തരപ്പെടുത്തിയ, എന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം തന്ന ദൈവത്തിന്റെ വചനമാണ് ഈ വചനം എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കേൾക്കാമോ? അപ്പോൾ വിശുദ്ധ അഗസ്തീൻ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ദൈവത്തിന്റെ വചനമാണ് റോമാലേഖനം 13-ാം അധ്യായം 13-14 തിരുവചനം. അപ്പൊ ആ വചനഭാഗത്ത് പറയുകയാണ്, സുഖലോലുപതയിലോ മദ്യാസക്തിയിലോ അവിഹിത വേഴ്ചകളിലോ ശരീരത്തിന്റെ പാപങ്ങളിലോ മദ്യപാന ആസക്തിയിലോ ഒന്നും നിങ്ങൾ അടിമപ്പെട്ട് പോകരുത്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, രാത്രി കഴിയാറായി, പകൽ അടുത്തു വന്നു, അതുകൊണ്ട് പകലിന്റെ മക്കളെ പോലെ പെരുമാറണം. ഈ വചനമാണ് അദ്ദേഹം വായിച്ചത്. ഈ വചനം വായിച്ചപ്പോൾ വീണ്ടും വായിക്കണം തോന്നി. അദ്ദേഹം വീണ്ടും വായിച്ചു. ഈ വചനം ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിശുദ്ധ അഗസ്തീനോസിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അന്ന് വരെ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമില്ല. ഓരോ പ്രാവശ്യവും പാപം ചെയ്യുകയാണ്. അവിഹിത ബന്ധത്തിൽ ഒരു മകനുമുണ്ട്. ആ മകന് അന്ന് പ്രായം 15 വയസ്സാണ്. അങ്ങനെ 15 വയസ്സുള്ള മകനെയും ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നല് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപത്തിന്റെ സുഖം അനുഭവിച്ച് ജീവിച്ച ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഈ വചനം കടന്നു വന്നപ്പോൾ എവിടെ നിന്നറിയാതെ ഒരു ശക്തി തന്റെ മേൽ വരുന്നത് അയാൾക്ക് മനസ്സിലായി. എന്ത് ചെയ്തെന്നറിയാമോ? ആ വർഷത്തെ ഈസ്റ്ററിന്റെ അന്ന് വൈകുന്നേരം കുർബാനയ്ക്ക് പോയപ്പോ ഈ തെറ്റായ ബന്ധത്തിൽ പിറന്ന മകനെയും കൂട്ടിക്കൊണ്ട് അഗസ്റ്റിൻ എന്ന ചെറുപ്പക്കാരൻ മിലാനിലെ അംബ്രോസിന്റെ ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ അംബ്രോസിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു,
എനിക്കും എന്റെ മോനും മാമോദീസ തരണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 15 വയസ്സുള്ള മകനെ കൂട്ടി 34-കാരനായ അപ്പൻ പോയി രണ്ടുപേരും കൂടി മാമോദീസ സ്വീകരിച്ചു. പിന്നീട് സഭയിലെ അദ്ദേഹം ഒരു സന്യാസിയായി മാറി, മെത്രാനായി മാറി. അതിനുശേഷം സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാളായിട്ട് മാറുന്ന തരത്തില് അദ്ദേഹത്തെ ദൈവം ഉയർത്തി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഒരു വചനം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരുത്തി. ഒറ്റ വചനം, വേദപുസ്തകം മൊത്തം വായിച്ചില്ല, ഒറ്റ വചനം ശ്രദ്ധിച്ച് വായിച്ചപ്പോൾ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി. മൂന്നാമത്തെ ആള് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങള് പള്ളി വായിച്ചു കേട്ടു. ഞാനത് വിശദീകരിക്കുന്നില്ല. അത് വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹം അച്ഛന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അച്ചോ, ഈ വചനം ജീവിക്കാനുള്ളതാണോ അതോ വെറുതെ കേട്ടിട്ട് പോകാനുള്ളതാണോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ, നീ വെളിയിൽ ആരോടും പോയി പറയരുത്, നിന്നോട് മാത്രം ഞാൻ പറയാം. ഈ വചനം ജീവിക്കാനുള്ള വചനമാണ്. പക്ഷെ ഞാനത് ആളുകളോട് പറയാറില്ല, കാരണം ഞാനത് ജീവിക്കുന്നില്ല. അതുകൊണ്ട് നീ ആരോടും പറയരുത്, ജീവിക്കാനുള്ള വചനമാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ടവരെ, ഈ വചനം അനുസരിച്ച് യാത്രയ്ക്ക് പോകുമ്പോൾ വടിയോ സഞ്ചിയോ അപ്പമോ വെള്ളമോ ഒന്നും എടുക്കരുതെന്ന് പറയുന്ന ആ വചനഭാഗം, ശിഷ്യന്മാരോട് പറയുന്ന കൽപ്പനകൾ അക്ഷരാർത്ഥത്തിൽ ജീവിച്ച വിശുദ്ധനാണ് രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കണം. എന്നാൽ നമുക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മള് ആവശ്യത്തിന് മാത്രം, നമ്മുടെ ആവശ്യത്തിന് മാത്രം ബൈബിള് തുറക്കുന്നവരാണ്, അല്ലേ? ഒരു ചേട്ടനും ചേച്ചിയും മകനും മകളും കൂടെ എല്ലാം ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ ഇതുപോലെ പറഞ്ഞു, നിങ്ങൾ ദൈവവചനം കേട്ട് അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവവചനം അനുസരിക്കാമെന്ന് അവർ സമ്മതിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ സന്ദർഭത്തിനും ചേർന്ന ദൈവവചനങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. എന്തിനാണ്? ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് രോഗം വരികയാണെങ്കിൽ ഒരു രോഗം അതുമായി ബന്ധപ്പെട്ടൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നല്ല ഉപദേശം കൊടുത്തേ. അതുപോലെ നിങ്ങൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ആ ദേഷ്യം മാറാൻ വേണ്ടി ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഭയങ്കര അസൂയ വരികയാണെങ്കിൽ ആ അസൂയ മാറാൻ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഭയങ്കര അഹങ്കാരം വരികയാണെങ്കിൽ ആ അഹങ്കാരം മാറാൻ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി കുറേ വചനങ്ങളൊക്കെ എഴുതി കാണാതെ പഠിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട്, അപ്പൊ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അപ്പൊ തന്നെ ചീത്തവിളിയും തെറിവിളിയും ബഹളമാണ് വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പൊ വീടുകളിലെ അവസ്ഥ നമുക്കറിയാലോ. അപ്പോ വചനം പറയണം. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നു, ചോറ് കഞ്ഞിക്ക് അരി ഇട്ടപ്പോൾ ഒരു വചനം പറഞ്ഞുകൊണ്ടാണ് അരി ഇടുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ വേറൊരു വചനം പറയുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കറിക്കരിയുമ്പോൾ വേറൊരു വചനം, വെള്ളം കോരുമ്പോൾ വേറൊരു വചനം, പാത്രം കഴിയുമ്പോൾ വേറൊരു വചനം. അങ്ങനെ അമ്മച്ചി ഈ വിഷയത്തിൽ വളരെ ബലപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. വീട്ടിലുള്ള വേറെ ആർക്കും അത്ര ശ്രദ്ധയില്ല. അപ്പൻ കിടന്നുറങ്ങാണ്, മകൻ രാവിലെ എഴുന്നേറ്റിട്ടില്ല, പള്ളിക്കൂടത്തിൽ പോകാനുള്ള സമയമായി. അപ്പൊ ഈ അമ്മ സാധാരണഗതി ദേഷ്യപ്പെട്ടിട്ട് പിന്നെ സരസ്വതി വിളയാട്ടം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ധ്യാനമൊക്കെ കൂടി മാനസാന്തരപ്പെട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഈ അമ്മ എന്ത് ചെയ്തു, ഒരു വചനം ആലോചിക്കണം. ഈ മകൻ ഇതുവരെ എഴുതിട്ടിട്ടില്ല, ഇവനെ ഉണർത്താൻ എന്ത് വചന ദൈവമേ, ഒരു വചനം അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അപ്പൊ ആലോചിച്ച് എന്നപ്പോ ഈ അമ്മയ്ക്ക് ഒരു വചനം കിട്ടി. ആ മകന്റെ അടുത്ത് നിന്നിട്ട് അവനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മകനെ ഉണരുക, മകനെ ഉണരുക, മകനെ ഉണരുക, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. അപ്പം വരുന്ന കാര്യമാണ്, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു, നീ ഉണരുക എന്ന് പറഞ്ഞു. അപ്പനേക്കാളും വലിയ ധ്യാനം കൂടിയ ടീമാണ്, അമ്മയെക്കാളും വലിയ ധ്യാനം കൂടിയ ടീമാണ് മകൻ. അതുകൊണ്ട് അവൻ പുതപ്പ് തലവഴി വലിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല, 9 മണിയാണ് എന്റെ സമയം. അപ്പൊ ഇങ്ങനെയുള്ള ചില അത്യാവശ്യ വചനങ്ങൾ ഒഴിച്ചാൽ നമുക്ക് വചനത്തോടൊരു ആഭിമുഖ്യം ഉണ്ടാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചില മുട്ടാത്തർക്കങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും. ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛാ, വേദപുസ്തകത്തില് കർത്താവിൽ ആശ്രയിച്ചാൽ ശരീരത്തില് ഒരു അവയവം കാണത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പാവ അച്ഛൻ അത്രയും ഡിഗ്രി ഉള്ള ആളല്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, കർത്താവിൽ ആശ്രയിച്ചാൽ അവയവങ്ങളെല്ലാം ഉണ്ടാവുകയാണല്ലോ ചെയ്യേണ്ടത്, അവയവങ്ങൾ പോവല്ലല്ലോ ചെയ്യേണ്ടത് എന്ന് അച്ഛന്റെ ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞു. അപ്പൊ അവൻ പറയണില്ല, കർത്താവിനെ നമ്മൾ ആശ്രയിച്ചാൽ ശരീരത്തിൽ ഒരു അവയവം പോകുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ, അച്ഛന് 2ാമത്തെ കുർബാനയുടെ സമയമായി, നീ അടുത്ത ആഴ്ച വാ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഇവർ വിടുന്നൊരു ലക്ഷണമില്ല. അപ്പൊ അവൻ ചോദിച്ചു, അച്ഛാ, പിന്നെ ആശ്രയിച്ചാൽ പോകുന്ന വചനം ഏതാ? അച്ഛൻ പറഞ്ഞു, മോനെ, നീ വന്നേ, നീ മുറിക്കാത്തോട്ട് ഇരിക്കും, മോനെ മുട്ടായി വേണോ, ആരോടും പറയരുത്, അച്ഛൻ അറിയത്തില്ല എന്ന് പറയരുത്, നീ വാ, അച്ഛൻ ചൊല്ലിട്ടു പറ
എന്താണ് കർത്താവിൽ ആശ്രയിച്ചാൽ ഏത് അവയവ പോലെ? അവൻ പറഞ്ഞാ വേദപുസ്തകർക്ക് 23-ാം സങ്കീർത്തനം, കർത്താവിന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ട് ഉണ്ടാവുകയില്ല. അതാണ് കർത്താവിൽ ആശ്രയിച്ചാൽ പോകുന്ന അവയവം. അപ്പൊ ഇങ്ങനെയുള്ള ചില ഏർപ്പാടുകൾ ഒഴിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തെ സ്നേഹിക്കണം, ദൈവവചനത്തെ ആഴമായി സ്നേഹിക്കണം, വചനം കാണാതെ പഠിക്കണം. ഞാൻ കുട്ടികളുടെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു വചനം കാണാതെ പഠിച്ചോ, ബുദ്ധി തെളിയും. ദൈവവചനം കാണാതെ പഠിക്കണം, ആവർത്തിക്കണം, എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം. ഓക്കെ. 4-ാമത്തെ ആള് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. 1506 സ്പെയിനിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം. 1506 ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ആള്, പാരീസ് സർവകലാശാലയിൽ നിന്ന് ഉന്നതമായ ബിരുദങ്ങൾ എടുത്ത ആള്. യുദ്ധത്തിൽ ഒരു കാല് പോയ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ഒരു സഹപാഠി അന്ന് പാരീസ് സർവകലാശാലയിൽ ഫ്രാൻസിസ് സേവ്യറിന്റെ കൂടെ പഠിക്കുന്നുണ്ട്. ഇഗ്നേഷ്യസ് ലയോള വന്നിട്ട് ഫ്രാൻസിസ് സേവ്യറിന്റെ അടുത്ത് പറയും, ഫ്രാൻസിസെ, നിനക്കൊരു വചനം അറിയാമോ? മത്തായി 16:26, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ വചനം ആവർത്തിച്ച് ഫ്രാൻസിസിനോട് പറഞ്ഞു. ആ വചനം അയാളെ മാനസാന്തരപ്പെടുത്തി മലേഷ്യയിലും ജപ്പാനിലും ചൈനയിലും പിന്നെ ഇന്ത്യയിലും, ഇന്ത്യയുടെ കടൽത്തീരത്തും ഒരു കയ്യിൽ മണിയും മറുകയിൽ കുരിശുമായി കേരളത്തിന്റെ കടലോരങ്ങളിലൂടെ നടന്ന് 10,000-കണക്കിന് മക്കളെ യേശുവിന് വേണ്ടി സ്വീകരിച്ച ഈ മനുഷ്യന്റെ മൃതദേഹം അഴുകാതെ ഗോവൻ കത്തീഡ്രൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഒറ്റ വചനം ആ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി. ചേർന്ന് പറയാം ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. മദർ തെരേസ, അടുത്ത ആള്. അൽബേനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ആഗ്നസ് എന്ന പെൺകുട്ടി ജനിച്ചത്. വളർന്നു വന്ന സമയത്ത് ഭാരതത്തിൽ പോയി മിഷണറി പ്രവർത്തനം നടത്തണമെന്ന ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായി. അപ്പനും അമ്മയും അനുവദിച്ചപ്പോൾ ഭാരതത്തിലേക്ക് വന്ന് ലൊറേറ്റോ കോൺവെന്റ്, കൽക്കട്ടയിലെ ലൊറേറ്റോ കോൺവെന്റിന്റെ അകത്ത് ഒരു കന്യാസ്ത്രീയാവാൻ വേണ്ടി പഠിച്ച് ഒരു സിസ്റ്ററായി മാറി അവിടെയുള്ള സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഹിമാലയൻ അടിവാരങ്ങളിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര, കൽക്കട്ടയിൽ നിന്ന് ഹിമാലയ സ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു ട്രെയിനിലിരുന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അവർ വായിച്ചു. 31 മുതൽ 40 വരെയുള്ള തിരുവചനം വായിച്ചു. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടില്ല. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, സന്ദർശിച്ചില്ല. എനിക്ക് വിശന്നു, ഭക്ഷണം തന്നില്ല. എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നില്ല. ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു, ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെ ചെയ്യാതിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ചപ്പോൾ ഈ ആഗ്നസ് എന്ന സിസ്റ്റർ, തെരേസ എന്ന ഈ സിസ്റ്റർ അവരുടെ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു. ഇനി ജീവിക്കുന്നെങ്കിൽ കൽക്കട്ടയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനമെടുത്ത് അവർ ചെന്ന് ഗവൺമെന്റിലെ അധികാരികളോട് പറഞ്ഞ് കൽക്കട്ട ബിഷപ്പ് വഴിയായി മാർപ്പാപ്പയിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് ലൊറേറ്റോ കോൺവെന്റിന്റെ കനത്ത മതിൽക്കെട്ടുകളെ ഭേദിച്ച് കൽക്കട്ടയുടെ പുഴുക്കുത്തേറ്റ മനുഷ്യന്റെ കണ്ണുനീരുകളിലേക്ക് ഈ സ്ത്രീ ഒറ്റയ്ക്ക് നീലക്കരയുള്ള ഖദർ സാരിയും എടുത്ത് ഈ കൽക്കട്ടയുടെ തെരുവിലേക്ക് ഇറങ്ങുമ്പോ ഈ മദർ തെരേസ എന്ന അന്നത്തെ യൗവനക്കാരിക്ക്, അന്നത്തെ ഈ സാധു പെൺകുട്ടിക്ക് അവരുടെ കയ്യിൽ മൂലധനമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ വേദപുസ്തകം. ആ വേദപുസ്തകത്തിലെ അവരുടെ മനസ്സിൽ പതിഞ്ഞ ആ വചനം, ഈ ചെറിയവരിൽ ഈ എന്നെ കണ്ടുകൊണ്ട്, യേശുവിനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കണമെന്ന ഈ വചനം അവരുടെ അകത്ത് പതിഞ്ഞപ്പോൾ അവർ വെളിയിലേക്ക് ഇറങ്ങി. കൽക്കട്ട ബിഷപ്പിന്റെ അടുത്ത് പോയി മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, പിതാവേ, തല കൈവച്ച് ആശീർവദിച്ച് എന്നെ തെരുവിലേക്ക് വിടണം. ഈ പെൺകുട്ടിയോട്, ഈ സിസ്റ്ററിനോട് കൽക്കട്ട ബിഷപ്പ് ചോദിച്ചു, മകളെ, കള്ളന്മാരും കൊള്ളക്കാരും വ്യഭിചാരികളും ധൂർത്തന്മാരും ക്രിമിനലുകളും മദ്യപാനികളുമുള്ള കൽക്കട്ടയുടെ ഈ തെരുവിൽ നീ എങ്ങനെ ജീവിക്കും ഒറ്റയ്ക്ക്? നിനക്ക് ആര് അഭയം തരും? നീ എവിടെ താമസിക്കും? അവള് പറഞ്ഞു, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും കുറുനരികൾക്ക് മാളങ്ങളും കൊടുത്ത ദൈവം എനിക്ക് തലചായ്ക്കാൻ ഒരു ഇടം തരും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ബിഷപ്പിന്റെ അരമനയിലെ മുറി വിട്ട് വെളിയിലേക്ക് പോകുമ്പോൾ തിരികെ വിളിച്ചിട്ട് പോക്കറ്റിൽ കൈയിട്ടിട്ട് പോക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു 5 രൂപ ഈ സിസ്റ്ററിന്റെ കൈത്തലത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മകളെ, എനിക്ക് നിന്റെ തരാൻ ഇതേ ഉള്ളെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കൈത്തലത്തിൽ ചുരുട്ടി പിടിച്ച ഈ 5 രൂപയുമായി കൽക്കട്ടയുടെ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് കാളിഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു അമ്പലത്തിലെ പൂജാരിയെ കണ്ടപ്പോൾ ആ പൂജാരി അമ്പലത്തിന് വെളിയിലുള്ള കുറെ കടമുറികളിൽ ഒന്ന് ഈ സിസ്റ്ററിനെ താമസിക്കാൻ വിട്ടുകൊടുത്തു. ആ വഴിയിൽ വെച്ച് കിട്ടിയ ഒരു പാവപ്പെട്ട കുഷ്ഠരോഗിയെ കൊണ്ട് ആ മുറിയിലേക്ക് വന്ന് അയാളെ കുളിപ്പിച്ച് ശുശ്രൂഷിച്ച് അങ്ങനെ ആരംഭിച്ച ശുശ്രൂഷയാണ് ഇന്ന് 127 രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഉപവയുടെ സഹോദരൻ
മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസയുടെ സന്യാസ സമൂഹം മാറ്റിമറിച്ചത് ഒറ്റ വചനം. വലതുകരം വിളിച്ച് പറ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാവൂൾ എന്ന പേരുള്ള ഒരു യഹൂദൻ യേശുവിന്റെ മരണത്തിന് ശേഷം, കാൽവരിയുടെ കുരിശിൽ യേശു പിടഞ്ഞു മരിച്ചതിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റു എന്നൊരു വാർത്ത ക്രിസ്ത്യാനികൾ പ്രചരിപ്പിച്ചു. ക്രിസ്ത്യാനികൾ അത് പറഞ്ഞപ്പോൾ ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും കരങ്ങളിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. മുടന്തന്മാർ എഴുന്നേറ്റു, തളർവാദ രോഗികൾ സൗഖ്യപ്പെട്ടു, പത്രോസിന്റെ നിഴല് വീണപ്പോൾ സൗഖ്യം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രിസ്തീയ സഭ വളരുന്നത് കണ്ടപ്പോൾ സാവൂൾ എന്ന് പേരുള്ള യഹൂദന് ഹൃദയത്തിൽ അടങ്ങാത്ത ദേഷ്യമുണ്ടായി. അയാൾ സെൻഹദ്രീൻ സംഘത്തിന്റെ മുമ്പാകെ ചെന്ന് അവരോട് പറഞ്ഞു, എനിക്ക് ക്രിസ്ത്യാനികളെ വേട്ടയാടി കൊല്ലാനുള്ള അധികാരത്താ. അവരവന് പേപ്പർ എഴുതി കൊടുത്തു. ആ അധികാര പത്രവും വാങ്ങിക്കൊണ്ട് ദമാസ്കസിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ദമാസ്കസിലേക്ക് പോകുമ്പോൾ ദമാസ്കസ് നഗരത്തിന്റെ പടിവാതിൽക്കൽ വെച്ച് ഇലക്ട്രിക് ഷോക്ക് എക്കുന്നത് പോലെ കുതിരപ്പുറത്ത് നിന്നും ദൈവത്തിന്റെ ആജ്ഞയെ അസ്ത്രം അടിച്ച് താഴെയിട്ടു. ഈ മനുഷ്യനെ പൂഴിമണലിൽ കിടന്ന് തിമിരം ബാധിച്ച കണ്ണുകളുമായി കാഴ്ച തെളിയാതെ കിടന്ന് ഉരുളുമ്പോൾ അയാൾ ഉറക്കെ ചോദിച്ചു, ആരാധി? അപ്പോസ്തല പ്രവർത്തനം 26-14 തിരുവചനം. അപ്പോസ്തല പ്രവർത്തനം 26-14. ഫെലിക്സ് എന്ന പേരുള്ള ഒരു ദേശാധിപതിയുടെ മുമ്പിൽ നിന്ന്, ഒരു തടവറയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ഒരു ജയിലിൽ നിന്നുകൊണ്ട് പൗലോസ്ലീഹ തന്റെ കഥ പറയുകയാണ് അയാളോട്. അപ്പൊ പൗലോസ് പറയുകയാണ്, ഞാൻ ദമാസ്കസിന്റെ പടിവാതിൽ വെച്ച് എന്നെ കുതിരപ്പുറത്ത് തള്ളി താഴെയിട്ടപ്പോ ഞാൻ ചോദിച്ചു, ആരാധി? അപ്പോൾ ഞാനൊരു വചനം കേട്ടു. അപ്പോൾ ഞാനൊരു ദൈവസ്വരം കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഇരുമ്പാണിയുടെ പുറത്ത് തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ദൈവവചനം അയാൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, പിന്നീട് പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 32 മുതലുള്ള തിരുവചനങ്ങളിൽ എഴുതി വെച്ചു, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? നഗ്നത, ആപത്ത്, പട്ടിണി, ദാരിദ്ര്യം, പീഡനം, ദുരിതങ്ങൾ, കണ്ണുനീര്, ക്ലേശം എന്ത് വന്നാലും യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 32 മുതലുള്ള തിരുവചനങ്ങളിൽ എഴുതി വെച്ച പൗലോസ് റോമിൽ വെച്ച് തലയറക്കപ്പെട്ട് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറ്റിമറിച്ചത് ഒറ്റ വചനം. ചേർന്ന് പറയാം ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പുസ്തകത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും. ഈ പുസ്തകം വീട്ടിൽ പൂജ്യമായി സൂക്ഷിക്കുക മാത്രമല്ല, തുറന്ന് വായിക്കുമ്പോൾ ഈ പുസ്തകത്തിന് നമ്മുടെ കുടുംബത്തെ സഹായിക്കാൻ പറ്റും, മക്കളെ സഹായിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്ത 2-3 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ തുടർന്ന് പറയാൻ പോവുകയാണ്. ഇതുവരെ പറഞ്ഞത് ആമുഖം, ഇനി അതിന്റെ പ്രധാന ഭാഗം വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മറക്കരുതാത്ത ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാൻ പോവുകയാണ്. കുടുംബങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ചില സത്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്തി തരും. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം വായിക്കാത്ത ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ബൈബിൾ വായിക്കുന്നതിൽ നിനക്ക് മടിയാണെങ്കിൽ, നിനക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ ഇല്ലെങ്കിൽ, കുടുംബത്തിൽ ഉറക്ക ബൈബിൾ വായിക്കാൻ നിനക്ക് മാനക്കേടാണെങ്കിൽ, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കുന്ന ഒരു പാരമ്പര്യം നിന്റെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ, ഇന്ന് ഇവിടെ വെച്ച് നീ തീരുമാനമെടുത്താൽ ഒരിക്കലും അഴിയത്തില്ല എന്ന് നീ കരുതുന്ന ഒരു കെട്ട് ഇവിടെ വെച്ച് അഴിയുമെന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ ദൈവം നിങ്ങളെ തിരിച്ചു സ്നേഹിക്കും. ഒരു സംശയം വേണ്ട. കർത്താവേ, മരിക്കുന്നത് വരെ ഈ പുസ്തകത്തെ മാനിക്കും എന്നൊരു തീരുമാനം ഇവിടെ വെച്ചെടുത്താൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കരങ്ങൾ 2 ഉയർത്താം. പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനമെടുക്കാം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ബൈബിൾ എന്നും വായിക്കും. വെറുതെ വായിച്ചു വിടുക മാത്രമല്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു നേരം പോക്ക് പോലെ വെറുതെ വായിച്ചു വിടുക മാത്രമല്ല. കർത്താവേ, ഞാനത് ഗൗരവമായിട്ട് എടുക്കും, വചനം പഠിക്കും, ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പഠിക്കും, ഞാനത് ആവർത്തിക്കും, പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനമെടുക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. പരിശുദ്ധാത്മാവ് വലിയൊരു കൃപ വർഷിക്കാൻ പോവുകയാണ്. വചനം വായിക്കാത്തവർക്ക് വചനം വായിക്കാൻ ദൈവം കൃപ തരികയാണ്. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രത്തിൽ കേരള സഭയിൽ ഫിലോമിന എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി അക്ഷരം അറിയാത്ത ചേച്ചിയാണ്. പക്ഷെ ബൈബിൾ മുഴുവൻ വായിക്കാൻ അറിയാം, ബൈബിൾ പ്രഘോഷിക്കാനും അറിയാം. അക്ഷരം പോലും പഠിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് വായിക്കാൻ അറിയാത്തവർക്ക് കൃപ തരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളോട് ഈ ആമുഖത്തിൽ സംസാരിച്ച ആന്റണി ശരിയായ രീതിയിലുള്ള മലയാളത്തിന്റെ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആളല്ല.
പ്രിയപ്പെട്ടവരെ, വലിയ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള വ്യക്തിയല്ല, പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ഭാഷ ദൈവം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, വചനം പഠിക്കാൻ അഭിഷേകം, വചനം വായിക്കാൻ അഭിഷേകം, വചനം ഉരുവിടാൻ അഭിഷേകം, വചനം മനഃപ്പാഠമാക്കാൻ അഭിഷേകം, വചനം പറയാൻ അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ അടിമത്തത്തിന്റെ ചെങ്ങലക്കെട്ടുകളെ ഈ നിമിഷങ്ങളിൽ കർത്താവ് തകർക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആധിപത്യങ്ങൾ, അടിമത്തങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ആധിപത്യങ്ങൾ, അന്ധകാരങ്ങൾ, പൈശാചിക പിടകൾ യേശു നാമത്തിൽ മാറിപ്പോകുവാൻ വചനത്തിന്റെ അത്ഭുത ശക്തി, ഗൂഢമായ വചനം, അഗ്നിയായ വചനം ഇപ്പോൾ നിറയണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 കർത്താവേ, കർത്താവേ, യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ടവരെ, ദൈവശക്തി നിറയാൻ ആഗ്രഹിക്കുക. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ കുടുംബത്തിലേക്ക് ഇപ്പോൾ നീ വരണമേ. എൻ്റെ കുടുംബത്തിലെ അവസ്ഥകളിലേക്ക് വരണമേ. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളിലേക്ക് വരണമേ. എൻ്റെ കണ്ണുനീരുകളിലേക്ക് വരണമേ. വചനമായ യേശുവേ, വചനമായ യേശുവേ, നീ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. അടിച്ചു പാടി പ്രാർത്ഥിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, കരങ്ങളടിക്കാം. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ദൈവവചനത്തെ സ്നേഹിക്കാൻ എനിക്കൊരു കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഗൗരവം നമുക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. വചനത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബം നശിച്ചു പോകാൻ ദൈവം ഇടയാക്കില്ല. ദൈവവചനത്തെ മാനിക്കുന്ന ഒരു കുടുംബം
തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കില്ല. ഈശോയെ, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ബൈബിളിനെ സ്നേഹിക്കാനും വായിക്കാനും പഠിക്കാനും മനഃപ്പാഠമാക്കാനും ഹൃദയത്തിൽ സൂക്ഷിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും കൃപ നീ കൊടുക്കണമേ കർത്താവേ. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നമുക്ക് ഇത്തിരി സ്പീഡിൽ ഞാൻ പോകും. എനിക്കൊരു 12 മണിക്ക് ഇത് അവസാനിപ്പിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്പം സ്പീഡിൽ നമ്മൾ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ദൈവവചനത്തിന് അത്ഭുത ശക്തിയുണ്ട്. അപ്പോൾ ഈ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് കർത്താവ് പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്: പൈശാചിക ശക്തികൾക്കെതിരെ. കൗൺസിലിങ്ങിന് ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുറകോട്ട് പോകാം. കൗൺസിലിങ്ങിന് ഇപ്പോൾ സൗകര്യം ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും പോകണമെങ്കിൽ പുറകിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ പൈശാചിക ശക്തികൾക്ക് എതിരായി ശക്തമായ ആയുധമാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം. അപ്പൊ അത് നമ്മൾ കാണുന്നത്, ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല, കാണുന്നത് ബൈബിളില് യേശു പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഒരു അറിവില്ല. കർത്താവിന് വല്ല പ്രലോഭനം ഉണ്ടായിരുന്നു? ഇല്ലേ? കർത്താവിന് പ്രലോഭനം ഉണ്ടായിരുന്നോ? ഉണ്ട്. എവിടാ? 40 ദിവസം യേശു ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ സാത്താൻ യേശുവിന്റെ അടുത്ത് വന്നു. ശ്രദ്ധിച്ചേ, ഈ പിശാചിനെ ഈശോ ഓടിച്ചത് എങ്ങനെ? ഗെറ്റ് ഔട്ട് യു സാത്താൻ എന്ന് പറഞ്ഞോ? എന്ത് പറഞ്ഞാ ഓടിച്ചത്? ഈ പിശാചിനെ എങ്ങനെ ഓടിച്ചത്? അത് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ, ലൂക്കാ 4-ലും യേശു ദൈവവചനം ഉപയോഗിച്ച് സാത്താനെ പുറത്താക്കുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. ഒന്നാമത്തെ പ്രലോഭനം, കല്ലിനോട് അപ്പമാകാൻ പറയുക എന്ന് സാത്താൻ പ്രലോഭിപ്പിച്ചപ്പോൾ യേശു ഉദ്ധരിച്ച വചനം നിയമാവർത്തനം 8:3. യേശു എന്ത് പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവവചനം കൊണ്ട് കൂടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിശാചിനെ ഓടിച്ചത് വചനം പറഞ്ഞ്. ഇനി രണ്ടാമത്തെ പ്രലോഭനം, യേശുവിനോട് സാത്താൻ പറഞ്ഞു, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കണം. യേശു പറഞ്ഞു, നിയമാവർത്തനം 6:13, എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അത് ദൈവവചനമാണ്. നിയമാവർത്തനത്തിൽ ആ വചനം അതുപോലെ എടുത്ത് പറഞ്ഞാണ്. മൂന്നാമതായിട്ട് സാത്താൻ പറഞ്ഞു, നീ താഴേക്ക് ചാടുക. യേശു എന്ത് പറഞ്ഞു? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിയമാവർത്തനം 6:16. പ്രിയപ്പെട്ടവരെ, പൈശാചിക പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നേരിടേണ്ടത് ദൈവവചനം ഉപയോഗിച്ച്. ശ്രദ്ധിച്ച്, അതെന്താന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പൈശാചിക പ്രലോഭനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് കൊമ്പും പാലുള്ള സാത്താൻ, അതാണോ? ഈ സാത്താൻ ഏത് രൂപത്തിലാണ് വരുന്നത്? സാത്താൻ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് സാത്താൻ ഇങ്ങനെ നല്ല കറുത്ത രൂപം, കൊമ്പ്, വാല് കണ്ടാ പേടിച്ച് വന്ന രൂപം. അങ്ങനെയൊക്കെ വന്ന വലിയൊരു സാത്താന്റെ വല്ല വീഴുവോ? നിങ്ങൾ നല്ല ചോക്ക് അല്ലേ? ഈ സിസ്റ്റർമാരെ പിള്ളേരെ പിശാചാക്കും അല്ലേ? എപ്പോഴാ നാടകമൊക്കെ അവതരിപ്പിക്കാൻ വരും, പിശാചാക്കുന്ന സമയത്ത് എങ്ങനെയാണ്? എല്ലാം കറാന്നാക്കി വിടും. ചിലരെ പിന്നെ മേക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അവര് ഓൾറെഡി തന്നെ ആ ഒരവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ റെഡിയാക്കും. റെഡിയാക്കുന്നത് എന്തിനാണ്? അപ്പൊ സിസ്റ്റർമാരുടെ മനസ്സിലുള്ളൊരു വിചാരം എന്താണ്? സാത്താൻ എന്ന് പറഞ്ഞാൽ നല്ല കരിക്കട്ട പോലെ ഇരിക്കണം, കൊമ്പൊക്കെ വേണം, വാല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയൊന്നും അല്ല സാത്താൻ വരുന്നത്. സാത്താൻ വരുന്നത് നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് വെടിപ്പായിട്ടാണ് സാത്താൻ വരുന്നത്, അല്ലേ? അങ്ങനല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് നാണം വരും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോ ചില സാത്താന്മാര് വരുന്നത് അങ്ങനാണ്. അപ്പോ ഈ പിശാചിനെ നേരിടാൻ സാത്താന്റെ ശക്തികൾ പ്രവർത്തിക്കും. ഉദാഹരണത്തിന് ഭിന്നത. ഇപ്പൊ വീട്ടിലെങ്ങ് വഴക്ക്. നിങ്ങൾ കൂട്ടിക്കോണം, ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ടായ നല്ലത്, പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടായ നല്ലത് ശരിക്കും പിശാചാണ്. അപ്പൊ അതിനെ എങ്ങനെ നേരിടണം? അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര അസ്വസ്ഥത, അല്ലെങ്കിൽ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ശത്രുത, പലയിടങ്ങളിൽ അസ്വസ്ഥത, ഇതെല്ലാം പൈശാചികമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ വചനം കൊണ്ട് നേരിടണം. അപ്പൊ അതിന് വചനം പഠിച്ചു വെച്ചിരിക്കണം. പഠിച്ചു വെച്ചിരിക്കുന്ന വചനം എന്താണ്? ഇത്തരം അസ്വസ്ഥതകൾ വരുമ്പോൾ നിങ്ങൾ ആ വചനം ആവർത്തിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ ഭിന്നത ഇവിടുന്ന് പോണേ, ഈ വഴക്കെല്ലാം ഇവിടുന്ന് വിട്ടു പോണേ, ഈ വചനത്തിന്റെ ശക്തിയാൽ കർത്താവെ ഇവിടെ ദൈവികത നിറയണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പൈശാചിക പീഡ അവിടെ നിന്ന് മാറിപ്പോകും. ദൈവവചനം, പ്രിയപ്പെട്ടവരെ, ഞാൻ നേരിട്ട് സാക്ഷിയായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. പൈശാചിക ബാധ ഉള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ആളുകളെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ആളുകൾ വരുന്നത്
വരുന്ന സമയത്ത് നമ്മളിത് ശരിക്കും പിശാചാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പല രീതിയിലുണ്ട്, മാനസിക രോഗം കൊണ്ട് ചില ആളുകൾ അങ്ങനെയൊക്കെ വരും, അത് സാത്താന്റെ പ്രവർത്തനമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനെ നേരിടുന്നത് യേശു പിശാചിനെ പുറത്താക്കിയ വചനഭാഗം ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ഇവര് അടി കൊണ്ട് ചുരുളുന്നത് പോലെ കിടന്ന് ചുരുളും. അതുപോലെ ഓരോ വചനങ്ങളും, ഉദാഹരണം പറയാണ്, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ യേശു എനിക്ക് അധികാരം തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വചനം പറയുമ്പോൾ അവര് പൊള്ളലേൽക്കുന്നത് പോലെ ചുരുളുന്നത്, ചൂളുന്നത്, ഉരുളുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണിത്? ദൈവവചനം പിശാചിന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി, ബൈബിൾ അടച്ചു വെക്കാൻ പ്രേരിപ്പിക്കും. ബൈബിൾ തുറക്കാതെ വെച്ചിരിക്കും വീട്ടിൽ. ബൈബിൾ അടഞ്ഞിരിക്കുന്ന കുടുംബങ്ങളുടെ അടിത്തറ ഇളകും എന്ന് പറഞ്ഞേ. ബൈബിൾ അടഞ്ഞിരിക്കുന്ന കുടുംബങ്ങളുടെ അടിത്തറ ഇളകും എന്നോട് പറഞ്ഞേ. അടച്ചു വെച്ച ബൈബിളുള്ള വീടുകളുടെ അടിത്തറ ഇളകും. ഒരു സംശയമില്ല. എന്തുകൊണ്ടാണെന്ന് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വചനം നിങ്ങൾ ഉറക്കെ വായിക്കണം വീടിനകത്തിരുന്ന്. സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് മണമണമണെന്ന് എന്തെങ്കിലുമൊക്കെ വായിച്ചു പോവാതെ എല്ലാ ദിവസവും 117 സങ്കീർത്തനാണ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക്. എല്ലാ ദിവസവും. കാരണം അതാണ് ഒറ്റ സെക്കൻഡ് കർത്താവിനെ സ്തുതിക്കുക, ഉച്ചസ്തുതി സ്തുതിക്കാൻ തീർന്നു ആ സങ്കീർത്തനത്തിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഉഴപ്പിന് ഇത് വായിച്ചു പോവാതെ ദൈവവചനം ഉറക്കെ വായിക്കണം. എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കലും ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ കൊച്ചു കരച്ചിൽ നിർത്തുന്നേ ഇല്ല, കൊച്ചു കരച്ചിൽ നിർത്തുന്നേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കുറുമ്പ് കടിച്ചായിരിക്കും, പഴുതാൻ എഴുന്നതായിരിക്കും, കൊതുകുത്തിയതായിരിക്കും, അതൊക്കെ നോക്ക്. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, അത് കരച്ചിൽ നിർത്തുന്നേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്തേ, കൊച്ചിനെ എടുത്ത് മടിയിരുത്തോണ്ട് തോളയിട്ടുകൊണ്ട് അമ്മ ഇതിനെ എടുത്ത് നടന്നുകൊണ്ടോ ഒക്കെ ബൈബിൾ തുറന്നിട്ട് 91 സങ്കീർത്തനം ഉറക്കെ 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 അങ്ങോട്ട് വായിക്കാം. തിരുവനന്തപുരം വരെ പോയി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ രാത്രിയിൽ, അതുകൊണ്ട് അങ്ങനെ വായിക്കാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ച് പറഞ്ഞു, കൊച്ചു നല്ല ശാന്തമായി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ചില അസ്വസ്ഥതകളുണ്ടാകും, നിർത്താത്ത കരച്ചില്. അങ്ങനെയുള്ള പല കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചു വിട്ടിട്ടുണ്ട്. ആ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ആ കേസുകളൊക്കെ റെഡിയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പൈശാചിക, അത് അപ്പം തന്നെ കർത്താവേ ഈ ദുരാത്മാവിനെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് കുഞ്ഞിനെ ശാന്തമാക്കണേ എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡ് ആ ഒറ്റ സെന്റൻസ് പ്രാർത്ഥന ഉണ്ടെന്ന് അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വചനം പിശാചിന് പേടിയാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഇപ്പൊ വിശുദ്ധ കുർബാന നമ്മൾ എഴുന്നള്ളിച്ചു വന്നു. ഇത് കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ കുർബാന എഴുന്നള്ളിച്ചു വന്നു. വിശുദ്ധ കുർബാന ഒരു സ്ഥലത്ത് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു, അതിന്റെ തൊട്ടിപ്പുറത്ത് വേദപുസ്തകം വെച്ചിരിക്കുന്നു. ഓക്കെ, എന്റെ ചോദ്യം, വിശുദ്ധ കുർബാനയിലാണോ വേദപുസ്തകത്തിലാണോ യേശു കൂടുതൽ, യേശുവിന്റെ പവർ കൂടുതൽ? കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു, അടുത്ത് ബൈബിൾ വെച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിലാണോ യേശുവിന്റെ സാന്നിധ്യം കൂടുതൽ, അതോ ഈ വേദപുസ്തകത്തിലാണോ? വിശുദ്ധ കുർബാന എവിടാണ്? നിങ്ങൾ എന്ത് പറയുന്നു? വിശുദ്ധ കുർബാനയിലാണ്. നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ നാട്ടുകാരല്ല, എന്താ? വേദപുസ്തകത്തിൽ. 2 വർഷക്കാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും മനസ്സിലാക്കിക്കോ, വചനം മാംസമായി അവതരിച്ചു. ആരാണത്? യേശു. വചനം മാംസമായതാണ് യേശു. വചനം ദിവ്യകാരുണ്യമാവുന്നതാണ് വിശുദ്ധ കുർബാന. വചനം എഴുതപ്പെട്ടതാണ് ബൈബിൾ. ഇതെല്ലാം വചനമാണ്. വചനം ദിവ്യകാരുണ്യം, വചനം മാംസമായതിന്റെ ഓർമ്മയാണ് ദിവ്യകാരുണ്യം. വചനം എഴുതപ്പെട്ടതാണ് ഈ ബൈബിൾ. ശ്രദ്ധിച്ച് മനസ്സിലായിക്കോ. ഞാൻ പറയുന്നുണ്ട്, വിശ്വസിച്ചു. ബൈബിളിലും വിശുദ്ധ കുർബാനയിലും യേശുവിന്റെ ഒരേ സാന്നിധ്യം. തെറ്റിദ്ധരിക്കരുത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയെ കുറച്ചുകൂടെ കൂടുതലും ബൈബിളിൽ കുറവല്ല. അങ്ങനല്ല സഭ പഠിപ്പിക്കുന്നത്. ദൈവവചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ആര്? ദൈവം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുർബാനയിലെ അതേ ദൈവത്തിന്റെ പവറാണ് വേദപുസ്തകത്തിലും, കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം വീട്ടിൽ എവിടെ വെക്കുന്നേ? കുർബാനയ്ക്ക് മുമ്പിൽ വണങ്ങുന്നവർ ഈ പുസ്തകം വീട്ടിൽ എവിടെ വെച്ചിരിക്കുന്നു? ഈ പുസ്തകത്തിന്റെ അവസ്ഥ എന്താ? ഈ പുസ്തകത്തെ മാനിക്കാതെ കൈകാര്യം ചെയ്യുന്നില്ലേ? ഈ പുസ്തകം തുറക്കാതെ അടച്ചു വെച്ചിരിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ വിശുദ്ധ കുർബാനയിലെ യേശു നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിലെ യേശു നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ അതിന് വേദപുസ്തകം വെക്കാൻ കൊള്ളാവുന്ന ഒരിടം വീട്ടിൽ ഉണ്ടാവണം. എന്നിട്ട് അതിന്റെ രണ്ടറ്റത്ത് തിരി കത്തിച്ച് വെക്കണം. ബൈബിള് സന്ധ്യാപ്രാർത്ഥന വൈകുന്നേരം നടത്തുന്ന സമയത്ത് വേദപുസ്തകത്തിന്റെ രണ്ടറ്റത്ത് പ്രിയപ്പെട്ടവരെ യേശുവാണ്. കട്ടലിന് കീഴിൽ ഇട്ടേക്കരുത്. വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പുസ്തകം എടുക്കാൻ പറയുന്ന സമയത്ത് കട്ടിൻ കീഴിൽ തപ്പുന്ന ആളുകളെ അറിയാം. ചേരിന്റെ പുറത്തുനിന്ന് എടുക്കാൻ ഓടരുത്. പത്തായത്തിന് കീഴിൽ തപ്പരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആക്രിക്കാരൻ എടുത്ത് കൊടുത്ത കൂട്ടത്തിൽ അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പദം പറയരുത്. പ്രിയപ്പെട്ടവരെ, യേശു ദൈവം തന്നെയാണ് ദൈവവചനം. അതുകൊണ്ട് നിങ്ങൾ വേദപുസ്തകം കയ്യിൽ കരുതണം എന്ന് ഞാൻ പറയും. നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പുസ്തകം കൈ കൊണ്ടുപോകണം. കുട്ടികളെ ചെറിയ വേദപുസ്തകം ബാഗിനകത്ത് വെച്ചിരിക്കണം. യേശുവാണ്. നിങ്ങൾ വിശുദ്ധ കുർബാന എങ്ങനെ കൊണ്ടു നടക്കുമോ അതുപോലെ ഭക്തിയോടെ വേദപുസ്തകം കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് വചനത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുന്നത്. ദൈവവചനത്തിന് ഒരു ശുശ്രൂഷകൻ എന്റെ അടുത്ത് പറഞ്ഞ അനുഭവം ഞാൻ പറയാം. ഒരു ബൈക്കിൽ നിന്ന് തെറിച്ചു പോയ സമയത്ത്, വണ്ടി ഇടിച്ച് തെറിച്ചു പോയ സമയത്ത് ബാഗിൽ വേദപുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ പറയാണ്, വേദപുസ്തകം ഉണ്ടായിരുന്നത് കൊണ്ട് തലയടിച്ച് വീഴുന്ന മതി ഈ ബാഗ് വന്ന് എങ്ങനെയോ ഇടയ്ക്ക് കയറിയിട്ട് തല അടിക്കാതെ രക്ഷപ്പെട്ടു. അതേ പറയാണ്, ഈ ബൈബിൾ ഉണ്ടായിരുന്നോണ്ടാ. ദൈവവചനം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ വചനം നിന്നെ കാത്തു സൂക്ഷിക്കും. പിന്നെ പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ് രോഗശാന്തി കിട്ടും വചനം വായിക്കുമ്പോൾ. പുറപ്പാട് 15:26, ജ്ഞാനം 16:12, സങ്കീർത്തനം 107:20. ദൈവത്തിന്റെ വചനം പറയുകയാണ്, വചനം രോഗശാന്തി കൊടുക്കും. മത്തായി 8:16, വചനത്തിലൂടെ രോഗശാന്തി. ഒറ്റ വചനം മാത്രം പറയാം. ജ്ഞാനം 16:12, മരുന്നോ ലേപനമോ അല്ല, പിന്നെ അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, വചനം അയച്ചാണ് യേശു സൗഖ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ വചനം നിനക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് സൗഖ്യം കിട്ടും. ഒരു കുടുംബത്തെ അസ്വസ്ഥ, ഒരു രോഗം വരികയാണ് പെട്ടെന്ന്, ഒരു അസ്വസ്ഥത, തലവേദന, വയറുവേദന, അന്നേരം വേറെ ഈ മരുന്ന് തപ്പി പോകുന്നതിന് മുമ്പ് ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ രോഗശാന്തി ഉണ്ടാവുന്ന അനുഭവം ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വചനം കാണാതെ പഠിക്കണം, അല്ലേ? കാണാതെ പഠിക്കണം. പിന്നെ ഓരോ ആളുകളൊക്കെ വന്നിട്ട് വീടുകളിൽ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ വായ പൊളിച്ചിരിക്കുകയും ചെയ്യരുത്. അതിനും വചനം പഠിക്കണം. ഈ പുസ്തകം തുറന്നിട്ടേ എന്നിട്ട് ആ ശരിയാണ്, കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തലയും കുരുക്കിയിരിക്കും. ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, അത് ഈ കത്തോലിക്ക വീട്ടിലെ കയറി വന്നേ. അപ്പൊ വരുന്ന ചേട്ടനെ അന്നൊക്കെ അറിയാമല്ലോ, ഏത് സഭക്കാരനാണ്. അപ്പൊ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, അതെ ഈ നിങ്ങളുടെ ഈ ദാനിരച്ച് കല്യാണം കഴിക്കാത്ത പെണ്ണിട്ടാ ചേട്ടാ. അപ്പോ അവര് പറഞ്ഞു, അത് ചോദിക്കണമെന്ന് പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ചോദിച്ചിട്ടില്ല. എന്തായിരിക്കും കല്യാണം? അപ്പൊ അവര് പറഞ്ഞു, അത് ഞങ്ങളുടെ തിരുമേനി കെട്ടാത്തോണ്ടാണ്. തിരുമേനി കെട്ടാത്തോണ്ട് അച്ഛന്മാര് കിട്ടിയ തിരുമേനിക്ക് ഒരു കുശുമ്പാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അച്ഛന്മാരെല്ലാം തിരുമേനി കല്യാണം കഴിയും. അപ്പൊ തന്നെ മറുപടി വന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ തിരുമേനി കെട്ടാത്ത എന്താ? മാർപ്പാപ്പ കെട്ടാത്തോണ്ട്. കാരണം തിരുമേനിമാരെല്ലാം കല്യാണം കഴിച്ച മാർപ്പാപ്പയ്ക്ക് തങ്ങളുടെ ഒറ്റ കൈ പോയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു കൂട്ടമായിട്ട് കല്യാണം കഴിക്കാതിരിക്കാവുന്ന തീരുമാനത്തിലാണ് എന്ന് ഈ പുസ്തകം അറിയാത്തോണ്ട ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലേ? ആദ്യത്തെ മാർപ്പാപ്പ ആരാ? പത്രോസ്. പത്രോസ് കെട്ടിയിട്ടുണ്ടോ? അത് നമുക്ക് ചെയ്യാം. പത്രോസ് കല്യാണം കഴിച്ചായിരുന്നോ? ഇല്ലേ? പത്രോസിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ ഈശോ പോയി. അമ്മായിമ്മ എന്ന് പറഞ്ഞപ്പോ ആരാ? അമ്മയുടെ അനിയത്തിയാണ്. പത്രോസിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ യേശു പോയെന്ന് പറയുന്നില്ല. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൊച്ചമ്മയുടെ പേരാണോ അമ്മായിമ്മ? അല്ല, അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അമ്മയെന്നാ. അപ്പൊ പത്രോസ് കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ബൈബിൾ അറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് കല്യാണം കഴിച്ചായിരുന്നു. പിന്നെന്താ ഈ മാർപ്പാപ്പമാര് കെട്ടാറുണ്ട്? ചേച്ചി പറഞ്ഞു, ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് അതോട്ട് പോയി. എന്നിട്ട് വികാരിച്ചതിന് ഡയൽ ചെയ്യാണ്. വികാരിച്ച് ഫോണെടുക്കുമോ? അതുകൊണ്ട് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ചേട്ടൻ ചോദിച്ചു, എന്ത് വഴി? അപ്പൊ പറഞ്ഞു, ഇതേ വെളിയിലെടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ കെട്ടാത്ത എന്താണ്, തിരുമേനി കെട്ടാത്ത എന്താണ്? ഞാൻ ഒരു തരത്തിൽ മാർപ്പാപ്പ വരെ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പൊ സംഭവം പൊളിഞ്ഞു പോയി. മാർപ്പാപ്പ കല്യാണം കഴിച്ചാന്ന് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനാണോ? എന്നാ ഞാനൊന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അത് എന്താ പ്രശ്നം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പ ആദ്യത്തെ മാർപ്പാപ്പ കല്യാണം കഴിച്ചാണ്, പിന്നെന്താ ഇപ്പോഴത്തെ മാർപ്പാപ്പമാര് കെട്ടാത്ത? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ആദ്യത്തെ മാർപ്പാപ്പ ആരായിരുന്നു?
അദ്ദേഹത്തിന് അതും അറിയില്ല. പത്രോസ്. പത്രോസ്. അതെ, ഈ മാർപ്പാപ്പ എന്ന് പറയുന്ന പത്രോസും കല്യാണം കഴിച്ച പത്രോസും രണ്ടുപേര്. അതെ, അദ്ദേഹത്തിന്റെ വിജ്ഞാനം വളർത്തി. അത് നിങ്ങൾ പറയുന്ന സംഭവമുള്ളതാണ്. പത്രോസിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ പോയെന്ന് പറയുന്നതൊക്കെ കാര്യം ശരിയാണ്. അത് വേറൊരു അന്ന് വേറൊരു പത്രോസ് ഉണ്ടായിരുന്നു. ആ ലൊക്കാലിറ്റിയിൽ വേറൊരു പത്രോസ് ഉണ്ടായിരുന്നു. ആ പത്രോസിന്റെ അമ്മായിമ്മയാണ്. അത് നമ്മുടെ ഒറിജിനൽ പത്രോസ് അല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു ജ്ഞാനം വെച്ചിട്ട് ബൈബിളിൽ ഞാൻ അങ്ങനെ 2 പത്രോസുള്ളതായിട്ട് കണ്ടിട്ടില്ലല്ലോ. അതാണ് നിങ്ങൾക്ക് ബൈബിൾ അറിയത്തില്ലെന്ന് പറയും. തുറന്നിട്ട് കാണിച്ചു കൊടുത്തു. 1 പത്രോസ് 2 പത്രോസ്. അപ്പൊ അതാണ് 2 പത്രോസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചില ഒടുക്ക് വിദ്യകൾ ഒഴിച്ചാൽ ദൈവവചനം നമ്മൾ പഠിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ആളുകൾ വന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ മണ്ടൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ വചനത്തിനകത്ത് എല്ലാ കാര്യത്തിനും മറുപടിയുണ്ട്. ദൈവവചനത്തിനകത്ത് സകല കാര്യത്തിനും ഉത്തരവുണ്ട്. അത് കണ്ടുപിടിക്കണം. യെശയ്യായിൽ കർത്താവ് പറയും, പുസ്തകത്തിൽ നിന്ന് എടുത്തു വായിക്കുക. എല്ലാ കാര്യവും പുസ്തകത്തിലുണ്ട്, ഇണവചനമുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം, എടുത്തു വായിക്കണം, പഠിക്കണം. ആത്മാവാണ് അതിനെ കൂട്ടിച്ചേർത്തത് എന്ന് യെശയ്യാ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവവചനം വീണ്ടും 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 പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇത് നിങ്ങൾ 1 സെക്കൻഡ് പോലും ശ്രദ്ധ പോകരുത്. നിങ്ങൾ വേദപുസ്തകം വീട്ടിൽ ഭദ്രമായിട്ട് വെക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ തന്നെ വെച്ചേക്കരുത്. എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് വായിക്കണം. കുട്ടികൾ വീട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയണം, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ആപത്ത് ഒഴിയാത്ത കാലമായി. പിന്നെ പാവപ്പെട്ട അച്ഛൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടൊന്നും ഇങ്ങോട്ട് കയറുന്നില്ലെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ ചുറ്റുപാടും തൊട്ടടുത്ത് അനേകം കഥകൾ നമ്മൾ കേൾക്കുകയാണ്. ദൈവത്തിന്റെ കരുണയുള്ളതുകൊണ്ട് നമ്മുടെ മക്കളൊന്നും ഇതിനകത്തൊന്നും പെടുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അനേക ആപത്ത്, അപകടം, അനർത്ഥം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ നടക്കുകയാണ്. എനിക്ക് ഓരോ വാർത്തയൊക്കെ പേടിയാണ്, ആദ്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ മക്കള്, കുടുംബനാഥൻ ഒക്കെ വീട് വിട്ട് ഇറങ്ങുമ്പോ ഈ ബൈബിൾ എടുത്ത് വായിച്ച് ചുംബിച്ചിട്ട് ഇറങ്ങി പോണം. ഒരു വചനം വായിച്ച് അത് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോണം. ആ യാത്ര അശുഭകരമായ ഒരു യാത്രയാവില്ല. ആ യാത്രയിൽ കൂടെ വരും ദൈവം. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ വചനമാണ് നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ പോകുന്നത്. നിയമാവർത്തനം 11-ാം അധ്യായം 18 മുതൽ 21 വരെ. നിയമാവർത്തനം 11-ാം അധ്യായം 18 മുതൽ 21 വരെ. ദൈവം പറയുകയാണ്, ആകയാൽ എന്റെ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കണം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ആകയാൽ എന്റെ വചനം എവിടെ സൂക്ഷിക്കണം? എവിടെയൊക്കെയാണ്? ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കണം. ഈ വേദപുസ്തകം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തി കയറ്റി വെക്കാൻ പറ്റുമോ? മനസ്സിനകത്ത്, ബ്രെയിനകത്ത് ഈ വേദപുസ്തകം നിങ്ങൾക്ക് ബ്രെയിൻ കോടാലിയുടെ വെട്ടിക്കിരിട്ട് അകത്ത് ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞിട്ട് കയറ്റാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഹൃദയത്തിലും മനസ്സിലും ഈ വേദപുസ്തകം കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വായിക്കണം. വായിക്കണ്ടേ? വായിക്കണം, വായിച്ച് പഠിക്കണം. അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾ വചനം കാണാതെ പഠിക്കണം. ഹൃദയത്തിലും മനസ്സിലും വേണം. ഇനി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും, കൊച്ചുങ്ങളൊക്കെ ഒരുപാട് പാന്റ്, വള ഒക്കെ കയ്യിലിടുന്നുണ്ടല്ലോ. കർത്താവ് പറയാണ്, നിങ്ങൾ ദൈവവചനം എഴുതി കൈ കെട്ടണം എന്ന് പറയാണ്. പിന്നെ പറയാണ്, നിങ്ങൾ നെറ്റിത്തടത്തിൽ ധരിക്കണം ദൈവത്തിന്റെ വചനം. അതെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അടുത്ത വചനം ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും, നിങ്ങൾ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പൊ മാതാപിതാക്കളോട് പറയുകയാണ്, മാതാപിതാക്കളെ, നിങ്ങൾ ഈ വചനം ഇടയ്ക്കിടയ്ക്ക് വായിച്ചിട്ട് നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ സീരിയലിന്റെ കഥ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ബൈബിളിലെ കാര്യം വല്ലതും വീട്ടിൽ പറയുന്നുണ്ടോ? പുനലൂര് മർത്തോമ സഭയുടെ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയി. സൺഡേ സ്കൂൾ എങ്ങനെ വൃത്തിയായിട്ട് പഠിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ആ ക്ലാസ് അവസാനിപ്പിച്ച് തിരികെ വരുന്ന സമയത്ത് ഒരു വല്യപ്പൻ എഴുന്നേറ്റിരുന്നു. വല്യപ്പന്മാർ പണ്ടേ പ്രശ്നമാണ്. അവർ എഴുന്നേറ്റ് പറഞ്ഞു, അച്ചോ ഒരു ചോദ്യം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ചോദ്യം ചോദിച്ചപ്പോൾ അതേ എന്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ, ഞങ്ങൾ ഇത്രയും ശ്രദ്ധയോടെ വേദപുസ്തകം
പഠിപ്പിച്ചിട്ടും വായിച്ചിട്ടും ഇത്രയും ശ്രദ്ധയോടെ ബൈബിൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് മക്കൾ വഴിതെറ്റി പോകുന്നത് എന്താ? അതിനൊരു കാരണം കൂടെ പറഞ്ഞിട്ട് പോകാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, കാറ്റഗിസം പഠിപ്പിക്കുന്നു, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് ശരിയാ. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ അപ്പന്റെ അമ്മയുടെ സംസാരത്തിനിടയിൽ എത്ര വചനം, എത്ര ബൈബിളിലെ കാര്യങ്ങൾ വരുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്തെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ കിട്ടിയതാ. അതൊക്കെ മാതാപിതാക്കള് അവരുടെ സംസാരത്തിന്റെ ഭാഗമായി ഒരു കഴിഞ്ഞ തലമുറ ഉൾപ്പെടുത്തിയതിന്റെ ബാക്കിയാണ് ഇന്ന് പള്ളി വന്ന് ഭക്തിയോടിരിക്കുന്ന ഈ മുതിർന്ന ആളുകള്. കഴിഞ്ഞൊരു തലമുറ ദൈവത്തിന്റെ വചനം വായിച്ച് പഠിച്ചിട്ട്, എനിക്ക് എന്റെ വല്യമ്മച്ചിയുടെ കാര്യം അറിയാം. വേദപുസ്തകം ശരിക്കും പുസ്തകം വായിക്കാൻ വളരെ പാടുപെടുന്ന സമയത്ത് പോലും മണിക്കൂറുകളിരുന്ന് ബൈബിൾ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പഴയ തലമുറ എന്ത് ചെയ്തു? അവര് ഈ ബൈബിള് വായിച്ച് ഇത് പഠിച്ച് ഇത് അവര് മക്കളോട് സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ബൈബിളിലെ വാക്യങ്ങൾ ഉരുവിടുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത്, ഞാൻ ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല, വലിയ കോടിക്കണക്കിന് ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. അവര് ഹൈന്ദവ സഹോദരങ്ങളാണ്. പക്ഷെ ആ സഹോദരി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിക്കുക. അതുപോലെ തന്നെ അവരവിടെ വരും, കാണാൻ വരും. ആ സഹോദരി അവരുടെ ഫ്ലാറ്റ് വെച്ചിരിക്കാനോ എന്നെ വിളിച്ചു. അവര് വന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവര് പറയുന്ന കാര്യം എന്താണ്? അവരുടെ മകളെ വിശ്വാസമുള്ള ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കണം. അതാണ് അവർ പറയുന്നത്. നല്ല ഒന്നാന്തര യാഥാസ്ഥിക ഹൈന്ദവ സഹോദരങ്ങളാണ്. പക്ഷെ ആ സഹോദരി പറയുന്നത്, എനിക്ക് എന്റെ മകളെ വിശ്വാസമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കണം. അതുകൊണ്ട് ആ മകളുടെ കല്യാണം അവരിങ്ങനെ താമസിപ്പിച്ച് കൊണ്ടുപോകണം. എന്നിട്ട് ഓരോ പ്രാവശ്യം എന്റെ അടുത്ത് വന്നിട്ട് പറയാം, പ്രാർത്ഥിക്കച്ചാന്ന് പറഞ്ഞിട്ട് അവര് ഓരോ പ്രാവശ്യം എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഹൈന്ദവ സഹോദരി എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു 10 മിനിറ്റിൽ അവരൊരു 10 വചനം പറയും. അബ്രഹാമിനെ പരീക്ഷിച്ചതുപോലെ എന്നെ പരീക്ഷിക്കാണ് ദൈവം എന്ന് എനിക്കറിയാം. ഇസഹാക്കിനെ സ്നേഹിച്ചതുപോലെ ഞാൻ എന്റെ മക്കളെ സ്നേഹിച്ചതുകൊണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ആരാ പറയുന്നത്? ഹൈന്ദവ സഹോദരി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിത് എന്തോ അറിയാം. അതുകൊണ്ട് വൈകുന്നേരം ശ്യാമപ്രസാദ് പറഞ്ഞ പോലെ ബാർ നിരോധിക്കുന്നതിന് മുമ്പ് സീരിയൽ നിരോധിക്കണം എന്ന് പറഞ്ഞ പോലെ ഈ സീരിയൽ കാണുന്ന ഏർപ്പാട് അങ്ങോട്ട് നിർത്തിയിട്ട് 1 മണിക്കൂർ ബൈബിള് വായിച്ച് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് എഴുതി വെച്ചു വേദപുസ്തകത്തിൽ. എന്നിട്ട് പറയാണ്, ശ്രദ്ധിച്ച്, നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലും കട്ടളക്കാലിലും പടിവാതിലിലും അവർ രേഖപ്പെടുത്തി വെക്കണം. നമ്മൾ ആകെ കൂടി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ക്രിസ്തു ഈ വീടിന്റെ നായകൻ. അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്തു ഈ വീടിന്റെ നായ എന്നാണ് ഇപ്പൊ മറ്റേ കൻ എന്ന് പറയുന്ന എന്റെ ജീവികൾ കൂടി വെച്ചിരിക്കുകയാണ്. ക്രിസ്തു ഈ വീടിന്റെ നായ. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴുണ്ട്. അപ്പോ അതാണ് ആകെ കൂടി എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീടുകളുടെ കട്ടിളക്കാലിലെ പടിവാതിലും അവർ രേഖപ്പെടുത്തണം. നിങ്ങളുടെ മക്കളും ദീർഘകാലം വസിക്കും. നിയമാവർത്തനം 32:46. ശ്രദ്ധിച്ചു, നിർത്താൻ പോവാണ്. ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധയോടെ പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കുന്നതിനായി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഭരിക്കണം. അപ്പനമ്മമാരോട് പറയുന്നത് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഭരിക്കണം. എന്നിട്ട് കേട്ടെ, ഇതിന്റെ ഫലം എന്താണ്? ഇത് നിസ്സാരമായ കാര്യമല്ല. മാതാപിതാക്കളെ, നിങ്ങൾ വേദപുസ്തകത്തിലെ വചനങ്ങൾ പഠിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ദൈവം ബൈബിളിൽ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. നിങ്ങൾ കാതു തുറന്ന് കേൾക്കണം. ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. നിങ്ങളുടെ ജീവനാണിത്. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘകാലം നിങ്ങളുടെ മക്കളോടൊത്ത് ജീവിക്കുന്നത് ഇതുമൂലമായിരിക്കും. കർത്താവിന്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ, മക്കൾ തലമുറ അന്യം നിന്ന് പോകാതിരിക്കാൻ പറയുകയാണ്. നിങ്ങൾ ഈ വേദപുസ്തകം പഠിച്ചിട്ട് അതെപ്പോഴും പറയണം, മക്കളെ പഠിപ്പിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്ത കർത്താവ് പറയുകയാണ്, യെശയ്യാ പ്രവചനത്തിൽ ദൈവത്തിന്റെ വചനം പറയും 55:3, എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, ദാവീദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും. ഒന്ന് ശ്രദ്ധിക്കണേ, 1 സെക്കൻഡ്, ആ സെക്കൻഡ് കഴിഞ്ഞു. ഇനി അടുത്ത 2-3 മിനിറ്റ് ശ്രദ്ധിച്ചോ. അതായത് ദാവീദിനോട് എന്ന പോലെ സ്ഥിരമായ സ്നേഹം കാണിക്കും. ദാവീദിനോട് എങ്ങനെ സ്നേഹം കാണിച്ചേ? ദാവീദ് തെറ്റ് ചെയ്തു, സോളമൻ തെറ്റ് ചെയ്തു, സോളമന്റെ 2 മക്കൾ തെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വന്ന ഇസ്രായേൽ രാജാക്കന്മാർ മൊത്തവും തെറ്റ് ചെയ്തു. കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ വചനം പാലിച്ചാൽ ദാവീദിനോട് എന്ന പോലെ സ്ഥിരമായ സ്നേഹം കാണിക്കുന്നു. പറഞ്ഞാൽ ചില പാളിച്ചകളൊക്കെ വന്നാലും, മക്കൾക്കൊക്കെ ചില കുറവുകൾ വന്നാലും, ദാവീദിന്റെ കുടുംബത്തെ നിലനിർത്തിയതുപോലെ നിന്റെ കുടുംബത്തെ നിലനിർത്തും. എങ്ങനെ ദാവീദിന്റെ കുടുംബത്തെ നിലനിർത്തിയത്? ദാവീദിന്റെ കുടുംബത്തിലാണ് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു പിറന്നത്. കർത്താവ് പറയാണ്, നീ വചനം പാലിച്ചാൽ, നീ വചനം പഠിച്ചാൽ നല്ല ഒന്നാന്തരം
എന്നിട്ട് അത് ആവർത്തിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ജീവിതത്തിന്റെ യുദ്ധഭൂമിയിൽ നിരാധാരമായി പോകും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഒരമ്മ മകനെ വേദപുസ്തകം പഠിപ്പിച്ചിരുന്നു. അമ്മ മകൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാ രാത്രിയിലും ഒരു വചനം പഠിപ്പിക്കുമായിരുന്നു. സങ്കീർത്തനം 31:5. ആ വചനം ഇതാണ്: പിതാവേ, നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു. ആ അമ്മയെ നിങ്ങൾക്കറിയാം, ആ മകനെ നിങ്ങൾക്കറിയാം. ആ അമ്മ പരിശുദ്ധ കന്യകാമറിയമാണ്, ആ മകൻ യേശു ക്രിസ്തുവാണ്. ആ മകനെ എല്ലാ ദിവസവും, ഒരു യഹൂദ അമ്മ എല്ലാ ദിവസവും തന്റെ മകൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പഠിപ്പിക്കുന്ന വചനമാണ് സങ്കീർത്തനം 31:5. ആ വചനം പഠിപ്പിച്ചതുകൊണ്ട് ഈശോയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടായി. കുരിശിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മിഴി പൂട്ടുന്നതിന് മുമ്പ് യേശു ഉരുവിട്ടത് പെറ്റ തള്ള മടിയിലിരുത്തി പഠിപ്പിച്ചു കൊടുത്ത വചനമാണ്. ദൈവപുത്രൻ പോലും മരിക്കുന്ന സമയത്ത് അവൻ അഭയമായി മാറിയത് അവന്റെ അമ്മ മടിയിലിരുത്തി പഠിപ്പിച്ചു കൊടുത്ത ദൈവവചനമാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് പഠിപ്പിച്ചു കൊടുത്തു? അവർക്ക് വേണ്ടി കരുതി വെച്ച ഭാഗ്യമാനസവും വിദ്യാഭ്യാസവും ബിരുദങ്ങളും എല്ലാം അവരെ സഹായിച്ചില്ലെങ്കിലും ഈ പുസ്തകം അവരെ സഹായിക്കും. ഇംഗ്ലീഷ് സാഹിത്യത്തില് റോബർട്ട് ബ്രൗണിംഗ് എന്ന് പേരുള്ള ഒരു കവിയുണ്ട്. പിള്ളേരൊക്കെ പഠിച്ചിട്ടുണ്ടാവും റോബർട്ട് ബ്രൗണിങ്ങിന്റെ കവിതകൾ. റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഭാര്യയുടെ പേര് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് എന്നാണ്. എലിസബത്ത് ബ്രൗണിംഗ് റോബർട്ട് ബ്രൗണിങ്ങിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. മാതാപിതാക്കൾക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഈ ബന്ധം അവർ അംഗീകരിച്ചില്ല. എന്ത് ചെയ്തെന്നറിയാമോ? ഈ റോബർട്ട് ബ്രൗണിങ്ങിലൂടെ എലിസബത്ത് ഇറങ്ങിപ്പോയി. മാതാപിതാക്കൾ അതോടുകൂടി അവൾക്കെതിരെ വാതിൽ കൊട്ടിയടച്ചു. പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും ആ മകളെ കാണാനോ സംസാരിക്കാനോ സ്നേഹിക്കാനോ മാതാപിതാക്കൾ തയ്യാറായില്ല. അത്രയ്ക്ക് വലിയ ആഘാതമാണ് അവർക്ക് ഏൽപ്പിച്ചത്. അങ്ങനെ റോബർട്ട് ബ്രൗണിങ്ങിന്റെ കൂടെ ജീവിച്ച കാലത്ത് എലിസബത്ത് ബ്രൗണിങ്ങിന് ശരീരത്തിൽ ഒരു പ്രത്യേക രോഗം പിടിപെട്ട് ശരീരം തളർന്ന് അവര് മരണക്കിടക്കെ കിടക്കുകയാണ്. മാസങ്ങളോളം വർഷങ്ങളോളം ഇങ്ങനെ തളർന്നു കിടക്കുന്ന സമയത്ത് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് തന്റെ അപ്പന്, തന്റെ അമ്മയ്ക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരുപാട് കത്തുകൾ എഴുതി. എല്ലാ ആഴ്ചയിലും ഓരോ കത്തെഴുതി അപ്പന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെ അഡ്രസ് എഴുതി അവൾ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ മറുപടി വരാൻ വേണ്ടി കാത്തു നിൽക്കും. വർഷങ്ങളോളം ഒറ്റ കത്ത് പോലും മറുപടിയായിട്ട് വന്നില്ല. എലിസബത്ത് ബ്രൗണിങ്ങിന്റെ രോഗം കൂടി, രോഗം മൂർച്ഛിച്ച് അനങ്ങാൻ പറ്റാതെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു പാഴ്സൽ അവളെ തേടിയെത്തി. അവൾ ആ പാഴ്സൽ കട്ടിലേക്ക് കൊണ്ടുവെക്കാൻ ആളുകൾ കൊണ്ടുവെക്കുമ്പോൾ അതെടുത്തിട്ട് വിറയാർന്ന കരങ്ങൾ കൊണ്ട് അത് പൊട്ടിച്ച് അത് വായിക്കുന്ന സമയത്ത് അവള് അത്ഭുതത്തോടുകൂടി അത് കണ്ടു. അവളുടെ അപ്പന്റെ അമ്മയുടെ കുടുംബത്തിന്റെ അഡ്രസ്സാണ്, അതിന്റെ ഫ്രം അഡ്രസ്, കുടുംബത്തിന്റെ അഡ്രസ് എഴുതിയിരിക്കുന്നു. അവൾ അത് ആർത്തിയോട് ആ പാഴ്സൽ അഴിക്കാൻ തുടങ്ങി. അതഴിച്ച് അതിലെ ഓരോ കത്ത് നോക്കുമ്പോൾ അവൾ ചങ്ക് പൊട്ടി കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് തളർന്നു കിടക്കുന്ന സമയത്ത് കണ്ണുനീരിൽ നനഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ എല്ലാ കത്തുകളും ഒരൊറ്റ കത്ത് പോലും പൊട്ടിക്കാതെ അപ്പനും അമ്മയും തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഒറ്റ കത്ത് പോലും പൊട്ടിച്ച് വായിച്ചിട്ടില്ല. ഈ ആഘാതത്തിൽ അധികം താമസിക്കാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് മരിക്കുകയും ചെയ്തു. എലിസബത്തിന്റെ മരണത്തിന് ശേഷം ഭർത്താവായ റോബർട്ട് ബ്രൗണിംഗ് ഭാര്യ എഴുതിയ കത്തുകളെല്ലാം ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ നിരൂപകന്മാര് പറയുന്നത് വിശ്വസാഹിത്യത്തിലെ ഉന്നത കൃതികളിൽ തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു കൃതിയാണിത്. അതിനെക്കുറിച്ചുള്ള ഒരു നിരൂപണം എങ്ങനെയാണ്? ഭൂമിയിലെ ഏറ്റവും ഭീകരനായ ക്രൂരനായ മനുഷ്യന്റെ അടുത്ത് എന്ന് ആ മനുഷ്യനോട് ഈ കത്തിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഇത് വായിക്കാൻ പറഞ്ഞാൽ ഈ കത്ത് വായിച്ചാൽ ഭൂമിയിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യൻ പോലും ദയാലുവായ മനുഷ്യനായിട്ട് മാറും. അത്രയ്ക്ക് ചങ്കുലയ്ക്കുന്ന കത്താണ് മകൾ അപ്പന് വേണ്ടി എഴുതി അയച്ചത്. പക്ഷെ ആ കത്തുകൾക്ക് സംഭവിച്ച ദുരന്തം ഒരൊറ്റ കത്ത് പോലും പൊട്ടിക്കാതെ മുഴുവൻ തിരിച്ചയച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ഒരപ്പൻ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്നേഹം ചാലിച്ചെഴുതിയ അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ പുസ്തകം വായിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കാലത്തെ ദുരന്തം. സ്നേഹിക്കുന്ന ഒരപ്പൻ തന്റെ മക്കൾക്ക് വേണ്ടി അയച്ച കത്താണിത്. ആ കത്തുകൾ തുറക്കപ്പെടാതെ പോകുന്നു, വായിക്കപ്പെടാതെ പോകുന്നു, മനസ്സിലാക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിന് സംഭവിച്ച ദുരന്തം. നമ്മുടെ വീടുകളിൽ ഈ പുസ്തകം അടഞ്ഞു കിടക്കുന്നു. നമ്മുടെ വീടുകളിൽ ഇത് വായിക്കപ്പെടാതെ കിടക്കുന്നു. നമ്മളിത് തൊടാതെ പോകുന്നു. നമ്മുടെ മക്കൾ ഇത് തൊടാതെ ജീവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു തീരുമാനമെടുത്തിട്ട് നിങ്ങൾ മടങ്ങി പോകണം. കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, കുടുംബനാഥന്മാരെ, അമ്മമാരെ, ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ മടങ്ങി പോകണം. സ്വന്തമായിട്ടൊരു ബൈബിള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ സെമിനാരി ചേരുന്ന സമയത്ത് എന്റെ അപ്പനും അമ്മയ്ക്കും എന്നെ സെമിനാരി വിടാനുള്ള എല്ലാ ചെലവിന്റെയും കൂട്ടത്തിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു തരാൻ നിവൃത്തിയില്ലാതിരുന്ന ഒരു കാലമായിരുന്നു അത്. അന്ന് അത് മനസ്സിലാക്കി എന്റെ വികാരി അച്ഛൻ ഒരു പത്തനംതിട്ടയിലെ നന്നൂക്കാട് ഇടവകയിലെ ഒരു മനുഷ്യനോട് പറഞ്ഞു, ഒരു ചെമ്മാച്ചൻ സെമിനാരി പോകാൻ പോവാണ്, അതുകൊണ്ട് ആ ചെമ്മാച്ചൻ ആ ബ്രദറിന് ഒരു ബൈബിൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം? പേര് ഞാൻ പറയാം. അദ്ദേഹം PV വർക്കി എന്ന് പറയുന്ന ചേട്ടൻ.
അത് എന്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എന്റെ ആദ്യത്തെ ബൈബിള് ഈ പള്ളിയിൽ ഇരിക്കേണ്ടത്, ആ ബൈബിള് അദ്ദേഹം എനിക്ക് വാങ്ങിച്ചു തന്നു. എന്നിട്ട് വേറെ ചേട്ടനെടുത്ത് പറഞ്ഞു, ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്നോളം അവരറിയുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ ആ മനുഷ്യനെ ഈ ബൈബിൾ എടുക്കുമ്പോൾ ഓർക്കാറുണ്ട്. എനിക്ക് കിട്ടിയ ആദ്യത്തെ പുസ്തകം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് 15ാമത്തെ വയസ്സിൽ സെമിനാരിൽ കയറുമ്പോ എനിക്ക് കിട്ടിയ ആ വേദപുസ്തകം ഇന്ന് കീറി പറഞ്ഞു പോകുന്ന അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ബൈബിൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ദേവാലയത്തിൽ ആ ബൈബിൾ ഞാൻ വെച്ചിട്ടുണ്ടത്. ഇവിടെ കയറുമ്പോൾ വായിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന വേദപുസ്തകമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബൈബിൾ നമ്മുടെ കണ്ണുനീരിലും ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും വേദനകളിലും ഒറ്റപ്പെടലുകളിലും തകർച്ചയിലും എല്ലാം നമുക്ക് കൂട്ടുനിന്ന ആ വേദപുസ്തകം എനിക്കൊരു വിൽപ്പത്രം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഒറ്റ സെന്റൻസ് ഇതിനകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. എന്റെ ശവപ്പെട്ടി, എന്റെ മൃതദേഹം വെച്ചിട്ട് ശവപ്പെട്ടി മൂടുന്നതിന് മുമ്പ് എന്റെ ചങ്കത്ത് എന്റെ കണ്ണുനീര് വേണ്ട പുസ്തകം വെച്ച് അടക്കണമെന്ന് ഒരു വിൽപ്പത്രം എഴുതിയിട്ട് ഈ പറയുന്ന ആള് മരിക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശവപ്പെട്ടി മൂടും മുമ്പ് അതിനകത്ത് എന്റെ ചങ്കത്ത് എന്റെ പുസ്തകം വെച്ചിട്ട് എന്റെ ശവപ്പെട്ടി മൂടാവൂ എന്ന് എഴുതി വെച്ചിട്ട് ഞാൻ മരിക്കൂ. കാരണം ഈ പുസ്തകത്തോടെ എന്നെ സഹായിച്ച മറ്റൊന്നും ഈ ഭൂമിയിലില്ല. ഈ പുസ്തകത്തോടെ എന്നെ പിടിച്ചു നിർത്തിയ മറ്റൊന്നും എന്നെ ഭൂമിയിലില്ല. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു അത് ഈ പുസ്തകത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തമായിട്ടൊരു വേദപുസ്തകം ഉണ്ടാവട്ടെ എല്ലാവർക്കും. അത് നിങ്ങളുടെ മാറോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അത് നിങ്ങളുടെ കണ്ണുനീരുകൾ നിങ്ങൾക്ക് കൂട്ടുവരട്ടെ. ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന സായാഹ്നങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കട്ടെ. ജീവിതം തകർന്ന് ഒറ്റപ്പെടുമ്പോ അത് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിനൊരു വേദപുസ്തകമല്ല, ഓരോരുത്തർക്കും ഓരോ പുസ്തകം. ഒരു ബൈബിൾ വാങ്ങിച്ച് നിങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച വചനം പറയുകയാണ്, ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും. ഒരിക്കലും നമ്മുടെ കുടുംബം നശിച്ചു പോകാതെ കർത്താവ് കാത്തു തുടങ്ങി. വേദപുസ്തകം നിങ്ങൾ വായിക്ക്, വേദപുസ്തകം പഠിക്ക്, വചനങ്ങൾ എഴുതി വെക്ക്. ഒരു ഡയറി പേനയും എടുത്ത് സ്പർശിക്കുന്ന വചനങ്ങൾ എഴുതി വെച്ച് കാണാതെ പഠിക്ക്. എന്നിട്ട് ആ വചനം ആവർത്തിക്ക്. അത് നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മൾ ആരാധന ശുശ്രൂഷയിൽ നമ്മൾ ഈ മധ്യഭാഗത്തൂടെ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തുകയാണ്. കർത്താവ് ഒരു പ്രചോദനം തന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ നടത്താനായിട്ട് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ദൈവം തമ്പുരാന്റെ നാമത്തിൽ ഞാനൊരു കാര്യം ഉറപ്പു തരുന്നു, കർത്താവ് തന്നൊരു പ്രചോദനമാണിത്. ഈ മാസത്തെ ശുശ്രൂഷ ഇങ്ങനെ നടത്തണമെന്ന്. അതുകൊണ്ട് ദൈവം ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഇഷ്ടം പോലെ വർഷിക്കും എന്ന് കർത്താവിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഈ ആരാധനയുടെ സമയത്ത് നിങ്ങൾ ഉദാസീനരാവാതെ എല്ലാ ആളുകളും പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ഏത് വശത്ത് നിന്നാലും കർത്താവിന്റെ അടുത്തേക്ക് പരമാവധി തിരിഞ്ഞു നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഈശോയിലേക്ക് നോക്കി 2 കരങ്ങളും ഉയർത്തി നിങ്ങൾ കർത്താവിനെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം. ആന്റണി നമ്മളെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് സഹായിക്കും. ആ സമയത്ത് എല്ലാ ആളുകളും ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയും കൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കർത്താവിനോട് പറയണം, ഈശോയെ എന്റെ കുടുംബത്തെ സ്പർശിക്കണം. നിങ്ങളുടെ മക്കൾക്ക് രോഗമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വേദന ഉണ്ടെങ്കിൽ, എത്ര പ്രാർത്ഥിച്ചിട്ട് അഴിയാത്ത കുരുക്കൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് കർത്താവിനോട് പറയും, യേശുവേ ഇന്ന് ആ പ്രതിസന്ധിയിൽ ഇടപെടണമെന്ന് പറഞ്ഞാൽ കർത്താവ് ഇടപെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുക. നമ്മൾ അതിനു മുമ്പായിട്ട് സ്തോത്ര കാഴ്ച സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതവണ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് പോലെ നമ്മുടെ ഈ ഞായറാഴ്ചത്തെ നമ്മൾ കാണിക്കായിട്ട് ഇടുന്നത് സുവിശേഷ വേലയുടെ മറ്റ് ആ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് തുറന്ന് ഇതിന് കൊടുക്കുക. കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ കാര്യത്തിനും കലവറ തുറന്ന് ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് മലാഖയിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന 10 രൂപ, 100 രൂപ, 500 രൂപ, 1000 രൂപ ദൈവം 10 മടങ്ങായി 100 മടങ്ങായി നിങ്ങൾക്ക് തിരിച്ചു തരും. പ്രത്യേകിച്ച് സുവിശേഷത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ദേവാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ മനസ്സ് തുറന്ന് കൊടുത്താൽ കർത്താവ് നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിന്റെ നിങ്ങൾ ഈ സ്തോത്ര കാഴ്ച ഇടുമ്പോൾ നിങ്ങൾ പറയണ, യേശുവിന്റെ നാമത്തിൽ ഞാനിത് ഇടുന്നു. അങ്ങനെ പറഞ്ഞു വേണം ഇടാൻ. യേശുവിന്റെ നാമത്തിൽ ഇടുമ്പോൾ സൗണ്ട് കേൾപ്പിക്കാതെ ഇടണം. മനസ്സിലായല്ലോ? യേശുവിന്റെ നാമത്തിൽ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്തോത്ര കാഴ്ചപ്പോൾ ആരാധനയുടെ അമുഖ ഗാനം പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കും. സ്തോത്ര കാഴ്ച ഇട്ടവര് മുട്ടുകുത്താവുന്നതാണ്. പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്തോത്ര കാഴ്ച ഇടാം. സ്തോത്ര കാഴ്ച ഇട്ടവർക്ക് മുട്ടുകുത്താം. മുട്ടുകുത്താൻ പറ്റുന്ന എല്ലാവർക്കും മുട്ടുകുത്തി നിന്ന് ആരാധനയെ സംബന്ധിക്കുകയും ചെയ്യാം.
സന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. കരങ്ങളഭിഷി ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. യാചിക്കും എന്നാൽ ലഭിക്കും, അന്വേഷിക്കും കണ്ടെത്തും. യാചിക്കും എന്നാൽ ലഭിക്കും, അന്വേഷിക്കും കണ്ടെത്തും. മുട്ടുവിൽ തുടങ്ങും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ. മുട്ടുവിൽ തുടങ്ങും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ. രണ്ട് കരങ്ങളിൽ ശക്തിയോടെ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്ന് പ്രാർത്ഥിക്കാം, വിടുതൽ എന്ന് പ്രാർത്ഥിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവം ദൈവമായി സമാധാന സന്തോഷം ദാനമായി അവൻ നൽകി. ദൈവം ദൈവമായി സമാധാന സന്തോഷം ദാനമായി അവൻ നൽകി. രണ്ട് കരങ്ങൾ ഉയർത്തിയാൽ ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ രക്ഷകനെ. ആരാധിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ അനുഗ്രഹിച്ച് ഇറങ്ങി വരാൻ പോകുന്ന നിമിഷങ്ങളിൽ വിടുതൽ പാടി ആരാധിക്കാം. വിടുതലിലെ തുറന്ന കരം ഉയർത്തി ഒച്ചത്തിൽ വിടുതലെ ഈശോയെ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി ഒച്ചത്തിൽ സർവ്വശക്തിയോടെ സ്തുതിച്ച് ആരാധിക്കട്ടെ. യേശുവേ, ഒച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കട്ടെ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ആരാധന. സൗഖ്യദായകനേ, ആരാധന. പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നടത്തുന്നതിന് മുമ്പ് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഇപ്പോഴും ബലിപീഠത്തിൽ നിന്ന് ശക്തി കർത്താവ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരെല്ലാവരും രണ്ട് വരിയായിട്ട് രണ്ട് സൈഡിൽ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുക. രണ്ട് വരിയായിട്ട് രണ്ട് സൈഡിൽ നിൽക്കുക. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം ശക്തിയോടെ സമർപ്പിക്കേണ്ട ഒരു സമയമാണിത്. നമ്മൾ വിശുദ്ധ കുർബാനയെ കൊണ്ട് ആദ്യം ഇവിടെ ദേവാലയത്തിൽ അൾത്താരയിൽ വെച്ച് തന്നെ ഈശോയെ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആളുകൾ സാധിക്കുന്നിടത്തോളം ഇങ്ങോട്ട് സൈഡിലേക്ക് വരാൻ പറ്റുന്നവർ അടുത്ത് നിൽക്കുക. ഇനി കുറച്ച് പേർക്ക് അടുത്തേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹമാണ് പ്രധാനം. അപ്പം അതുകൊണ്ട് എത്രത്തോളം തീക്ഷ്ണതയോടെ നിങ്ങൾ കർത്താവിനെ ഇന്ന് വിളിക്കുന്നു, കർത്താവ് ഇടപെടും. നമ്മൾ ആരെയും നോക്കണ്ട, ആരെയും ശ്രദ്ധിക്കേണ്ട, മറ്റുള്ളവർ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ആവശ്യം, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നമെല്ലാം നമ്മുടെ കാര്യമാണ്. അതൊന്നും വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോരുത്തരും നിങ്ങൾ എന്തിനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എന്തിനു കരയുന്നു ചോദിച്ചാൽ അവർക്കതൊന്നും മനസ്സിലാവില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നം നമുക്കേ അറിയൂ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നമുക്കേ അറിയൂ, വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല, കർത്താവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ എത്രമാത്രം തീക്ഷ്ണതയോടെ വിളിച്ച് പ്രാർത്ഥിക്കാമോ അത്രത്തോളം തീക്ഷ്ണതയെ വിളിക്കണം. ഇപ്പോൾ എല്ലാവരും രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഒന്ന് നീട്ടിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, ഈ ദിവസങ്ങളിൽ അവിടുന്ന് തന്ന ശക്തമായൊരു പ്രചോദനം അനുസരിച്ച് അങ്ങയുടെ മക്കൾ ഒരുമിച്ച് കൂടി കർത്താവ് അങ്ങയുടെ ബലിയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ സമയം വരെ എല്ലാവരും തന്നെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഈശോയെ, കർത്താവെ അങ്ങ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ, അങ്ങ് ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ, അനേകം പ്രതിസന്ധികളെ കിടക്കുന്ന ഞങ്ങളുടെ മക്കളെ കുടുംബങ്ങളെ നീ കാണണമേ കർത്താവെ, തകർന്ന് തരിപ്പണമാവുന്ന കുടുംബങ്ങളെ നീ
സംബന്ധിക്കുന്ന ദൂരദേശങ്ങളിൽ നിന്ന് വന്ന മക്കളെ കാണണമേ കർത്താവേ. ഒരാൾ പോലും അനുഗ്രഹം പ്രാപിക്കാതെ മടങ്ങി പോകാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ ഈശോയെ. ബലിപീഠത്തിൽ നിന്ന് ഇപ്പോൾ നീ ശക്തി അയക്കണമേ കർത്താവേ. ബലിപീഠത്തിൽ നിന്ന് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇപ്പോൾ നീ ശക്തി അയക്കണമേ കർത്താവേ. ഓരോ മക്കളിലേക്ക് കർത്താവേ നിന്റെ അനന്തമായ ശക്തി പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇറങ്ങി നടന്ന് ഓരോ മക്കൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവരെ തൊട്ടനുഗ്രഹിക്കണമേ. ഉച്ചത്തിൽ വിളിക്കാം യേശുവേ. കരമടിച്ച് കർത്താവിനെ ഒരു പാട്ടുപാടി ആരാധിക്കാൻ വേണ്ടി ആരാധനകൾ അന്തിമ നിമിഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ട് സ്വയം മറന്ന് ശരീരത്തിൻ്റെ വേദനകൾ, കൈകളുടെ വേദനകൾ,
രോഗപീഠകള്, മനസ്സിന്റെ ഭാരങ്ങൾ എല്ലാം പോയതിന്റെ സന്തോഷത്താൽ കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടുകൂടി കർത്താവിനെ മഹത്വം നൽകാൻ പോയാണ്. പുറപ്പാട് 23:25 ആരും വെറുതെ നിൽക്കരുത്. ശരീരവും മനസ്സും ആത്മാവും നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ആരാധനയായി സമർപ്പിക്കാൻ റോമ 12 പറയുന്നുണ്ട്. കർത്താവിനെ നമുക്ക് ആ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് ശക്തമായി ഒന്ന് സ്തുതിച്ച്, എത്രത്തോളം ശക്തിയുണ്ട് അത്രത്തോളം ശക്തി ഉപയോഗിച്ച് സ്തുതിച്ച്. Israel